So dear students, നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എൻ്റയർ ക്വസ്റ്റ്യൻ വിത്ത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇത് മൊഡ്യൂൾ വൈസ് ആയിരിക്കും. ഓക്കെ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞിട്ട് ദെൻ വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ അങ്ങനെ മൊഡ്യൂൾ വൈസ് ആയിരിക്കും. ആൻഡ് ബോത്ത് 2015-16 സ്കീമും അതുപോലെ 2019 സ്കീമും അതിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് നമ്മൾ പേപ്പർ എക്സാമിനേഷൻ പാറ്റേൺ ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പോൾ പ്രീവിയസ് ഇയർ രണ്ട് സ്കീമിലെയും ഓൾഡ് ആൻഡ് ന്യൂ സ്കീമിലെയും എക്സാമിനേഷൻ പാറ്റേൺ ഒന്ന് ജസ്റ്റ് നോക്കും. ആൻഡ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ പാറ്റേൺ ഇസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിൽ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് എടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ലാസ്റ്റ്, അതായത് ന്യൂ സ്കീമിലെ ഡിസംബർ 2019 ക്വസ്റ്റ്യൻ പേപ്പർ, ദാറ്റ് ഈസ് EST 100. പിന്നെ ഓൾഡ് സ്കീമിലെ 2 പേപ്പേഴ്സ്, ദാറ്റ് ഈസ് ജൂലൈ 2018 എക്സാമിൻ്റെയും അതുപോലെ മെയ് 2019 എക്സാമിൻ്റെയും പേപ്പേഴ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ മൊഡ്യൂൾ വൈസ് കവറേജ് ആയിരിക്കും ഓരോ പോർഷൻസും ആൻഡ് അക്കോർഡിംഗ് ടു 2019 സിലബസ്. ഓക്കെ, സോ ഓരോ മൊഡ്യൂൾസ് വിധം കവർ ചെയ്ത് പോകും. സോ ലെറ്റ് us ഫസ്റ്റ് സീ ഹൗ ദ എക്സാമിനേഷൻ പാറ്റേൺ ഇസ്. ഓക്കെ, 2019 സ്കീമിലെ എക്സാമിനേഷൻ പാറ്റേൺ ഞാൻ ആദ്യം പറയാം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 2016 സ്കീമിലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ഡിസംബർ 2019 എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻഡ് 2019 സ്കീമാണ്. ഓക്കെ, ന്യൂ സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. സോ ഇതിൽ പാർട്ട് എയിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ഈച്ച് ക്യാരീസ് 3 മാർക്സ്. ഇപ്പോൾ ടോട്ടൽ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത് പാർട്ട് എയിൽ. ആൻഡ് പാർട്ട് എയിൽ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ 10 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഈ 10 ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. ഓക്കെ, സോ 10 ക്വസ്റ്റ്യൻസ്. അഗെയിൻ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ ഉണ്ട്. ആൻഡ് ഈ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടും തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സോ മൊഡ്യൂൾ 1 എന്നുണ്ട്. ലൈക്ക് യു ക്യാൻ സി മൊഡ്യൂൾ 1 11ഉം 12ഉം. ഓക്കെ, 2 ക്വസ്റ്റ്യനും മൊഡ്യൂൾ 1 നിന്നാണ്. ആൻഡ് മൊഡ്യൂൾ 2, സോ 13 and 14, ദാറ്റ് ഈസ് ഫ്രം മൊഡ്യൂൾ 2. ആൻഡ് മൊഡ്യൂൾ 3 ഇന്ന് 15-16. ആൻഡ് മൊഡ്യൂൾ 4 ഇന്ന് 17-18. ആൻഡ് മൊഡ്യൂൾ 5 19-20. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്. അതായത് മൊഡ്യൂൾ വൈസ് ആയിരിക്കും പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ്. ആൻഡ് പാർട്ട് ബിയിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും ഒരു ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, സോ ആൻസർ ചെയ്യേണ്ടത് 1 ഫുൾ ക്വസ്റ്റ്യൻ ആണ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും 14 മാർക്സ് ആണ്. ഇനി 1 ഫുൾ ക്വസ്റ്റ്യൻ എന്ന് പറയാൻ നേരത്ത് അതിൽ എയും ബിയും 2, ഓക്കെ, എ ആൻഡ് ബി രണ്ടും ഇൻക്ലൂഡഡ് ആണ്. അതായത് ഇപ്പോൾ മൊഡ്യൂൾ 1 നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത് 11 ആണെങ്കിൽ 11 എ ആൻഡ് ബി അറ്റൻഡ് ചെയ്യണം, ആൻസർ ചെയ്യണം. ഓക്കെ, 11 എയിൽ ഇപ്പോൾ 5 മാർക്സും ബി പാർട്ട് 9 മാർക്ക്. അപ്പോൾ 9 + 5 ടോട്ടൽ 14 മാർക്സ് കിട്ടും. ഓക്കെ, അതേസമയത്ത് നിങ്ങൾ 12th ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ 12 എയും ബിയും അറ്റൻഡ് ചെയ്യണം. സോ ഏത് ക്വസ്റ്റ്യൻ ആണ് ചൂസ് ചെയ്യുന്നത് അതിൻ്റെ സബ് പാർട്സും, ഓക്കെ, സബ് ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അല്ലാതെ എയോ ബിയോ അങ്ങനെയല്ല. 11 ആണെങ്കിൽ 11ൻ്റെ എയും ബിയും. ഈ 12 ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 12ൻ്റെ എയും ബിയും. ഓക്കെ, സോ അതാണ്. അങ്ങനെ ഓരോ മൊഡ്യൂളിലും ഓരോ ക്വസ്റ്റ്യൻസ്. സോ അങ്ങനെ 5 മൊഡ്യൂളുണ്ട്. സോ 5 മൊഡ്യൂളിൽ ഇതുപോലെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ സെറ്റ് അറ്റൻഡ് ചെയ്യുക, ആൻസർ ചെയ്യുക. ഓക്കെ, ഓരോ ക്വസ്റ്റ്യനും 14 മാർക്സ് ആണ്. സോ 5 × 14 ദാറ്റ് മേക്സ് ഇറ്റ് 70 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് ബിയിൽ ചോദിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നിങ്ങൾക്ക് പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ആൻഡ് 10 ക്വസ്റ്റ്യൻസ് കമ്പൽസറി ആണ്. ആൻഡ് പാർട്ട് ബിയിൽ 5 ക്വസ്റ്റ്യൻസിൽ തന്നെ എയും ബിയും ഉണ്ട്, രണ്ടും എഴുതുക. ഓക്കെ, സോ ടോട്ടലി അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലായിട്ട് 15 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ആൻസർ ചെയ്യേണ്ടത് വിത്തിൻ 3 hours. ഓക്കെ, സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ പാറ്റേൺ ഫോർ 2019 സ്കീം. ഇനി നമുക്ക് 2015-16, ഓക്കെ, ആ ഓൾഡ് സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. സോ ദിസ് ഈസ് മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പർ PE 100. ഓക്കെ, അതായത് ഓൾഡ് സ്കീം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻഡ് ഹിയർ ഇവിടെയും പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. ആൻഡ് ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ പാർട്ട് എയിൽ
എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. ഓക്കെ, ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി ആൻഡ് അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്സ് ആണ്. അതേപോലെ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ 8 ക്വസ്റ്റ്യൻസ് ആൻഡ് ഓരോ ക്വസ്റ്റ്യൻസിനും 5 മാർക്സ് ഈച്ച്. എല്ലാ ക്വസ്റ്റ്യൻസും പാർട്ട് എയിലെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. അഗെയിൻ പാർട്ട് ബിയിൽ ഇവിടെ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 അത് ഒരു സെറ്റ്. ഓക്കെ, സോ അങ്ങനെ സെറ്റ് 1 സെറ്റ് 2 അങ്ങനെ പാർട്ട് ബി സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 3 എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കെൻ സി സെറ്റ് 3. ഓക്കെ, അപ്പോൾ ഓരോ സെറ്റിൽ നിന്നും നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് വീതമാണ് എഴുതേണ്ടത്. അതായത് ഓരോ സെറ്റിലും ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 3 ക്വസ്റ്റ്യൻസിൽ നിന്ന് നിങ്ങൾ 2 ക്വസ്റ്റ്യൻസ് 2 ഫുൾ ക്വസ്റ്റ്യൻസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇവിടെ സെറ്റ് 1ൽ നിങ്ങൾക്കറിയാം 9, 10, 11. ഓക്കെ, ഇങ്ങനെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. യു ക്യാൻ ചൂസ് എനി ഓഫ് ദം ആൻഡ് എനി ഓഫ് ദമ്മിൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ നേരത്ത് 2 സബ് ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, 9 എന്ന് പറയുകയാണെങ്കിൽ 9 എയും ബിയും എഴുതുക. അതുപോലെ 10 ആണെങ്കിൽ 10 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. 11 ആണെങ്കിൽ 11 എയും ബിയും. ഓക്കെ, സോ എ ആൻഡ് ബി ബോത്ത് ആർ കമ്പൽസറി. 2 എഴുതണം. ഇപ്പം നിങ്ങൾ 11th ക്വസ്റ്റ്യൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എയും ബിയും 2 അറ്റൻഡ് ചെയ്യണം. ഓക്കെ, 2 ആൻസർ ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് സെറ്റ് 2. സെറ്റ് 2ലും അതുപോലെ തന്നെ. അത് ഇപ്പോൾ ഇത് ഫസ്റ്റ് സെറ്റ് 1 എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1 and 2 ആണ്. ആൻഡ് സെറ്റ് 2 മൊഡ്യൂൾ 3 and 4. സോ 3 and 4നും ഇതുപോലെ തന്നെ. ഓക്കെ, 12, 13, 14. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസിലും നിങ്ങൾ ഏതെങ്കിലും 2 ഫുൾ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുക. അതേപോലെ സെറ്റ് 3 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 5 and 6th മൊഡ്യൂൾസ്. ആൻഡ് ഇവിടെ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുക. ആൻഡ് ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് ആണ്. ഓക്കെ, സോ അങ്ങനെ 6 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഓരോ സെറ്റിൽ നിന്നും ഈ 2 ക്വസ്റ്റ്യൻസ് എടുക്കാൻ നേരത്തെ ടോട്ടലി 6 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പാർട്ട് ബിയിൽ ആൻസർ ചെയ്യേണ്ടത്. ആൻഡ് ഈ ഓരോ ക്വസ്റ്റ്യൻസിനും 10 മാർക്സ് ആണ്. റൈറ്റ്, സോ 60 മാർക്സ് നിങ്ങൾക്ക് പാർട്ട് ബിയിലും ആൻഡ് പാർട്ട് എയിൽ 40 മാർക്സ് ആണ്. ഓക്കെ, സോ ഇവിടെ പാർട്ട് എ ഉണ്ട് ആൻഡ് പാർട്ട് ബി. ഓക്കെ, ദിസ് ഈസ് ഓൾഡ് സ്കീം. പാർട്ട് എയിൽ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത് ആൻഡ് ഓൾ ക്വസ്റ്റ്യൻസ് ആർ കമ്പൽസറി. ഓക്കെ, പാർട്ട് ബിയിൽ നിങ്ങൾ 6 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലി ഉള്ളത്. സോ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് 6 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ടോട്ടലി 14 ക്വസ്റ്റ്യൻസ് ഇവിടെയും നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, സോ 14 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഓൾഡ് സ്കീമിൽ ആൻഡ് ന്യൂ സ്കീമിൽ 15 ക്വസ്റ്റ്യൻസ്. സോ ദറ്റ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ 8 ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസും 5 മാർക്സ് ആണ്. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസും 10 മാർക്സ് ആണ്. ക്ലിയർ? സോ ഐ ഹോപ്പ് ദി എക്സാമിനേഷൻ പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ അതെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൊഡ്യൂൾ വൈസ് ഓരോ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാം. ഓക്കെ, സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് 2 സ്കീം ഞാൻ കാണിച്ചു, അതുകൊണ്ട് കൺഫ്യൂസ് ആകരുത്. അതായത് ന്യൂ സ്കീമിലെ കുട്ടികൾ ദേ ഷുഡ് ഫോളോ EST 100. ഓക്കെ, EST 100 എന്നാണ് നിങ്ങളുടെ കോഴ്സ് കോഡ്. സോ യു ഷുഡ് ഫോളോ ദാറ്റ്. അതാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു EST 100. ആൻഡ് രണ്ടാമത് 2016 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഞാൻ കാണിച്ചിരുന്നത്. ഓക്കെ, ദറ്റ് ഈസ് കോഴ്സ് കോഡ് BE 100. ഓക്കെ, സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ദ 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങളുടെ റെസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ സ്കീമും നിങ്ങൾ നോക്കുക. ഓക്കെ, so let us move on to the question paper discussion of previous year questions. അപ്പോൾ KTUവിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആ 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന്. ഓക്കെ, ആൻഡ് മൊഡ്യൂൾ 1. സോ നമ്മളിവിടെ മൊഡ്യൂൾ 1ലെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇപ്പോൾ. ഓക്കെ, മൊഡ്യൂൾ 1ലെ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ആ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഡിസംബർ 2019, അതായത് EST പുതിയ സ്കീമിലെ 2019 സ്കീമിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ 1. A ladder of weight 30 kg is supported at wall and floor as shown in figure. A man of weight 72 kg stands on it vertically 8 meters above the floor level. There is a 100 kg force acting at the topmost point of the ladder vertically. The mass distribution of the ladder is uniform. Considering all contact surfaces smooth, draw the free body diagram.
ഓക്കെ. സോ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങളത് 2-3-4 പ്രാവശ്യം വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു പ്രാവശ്യം വായിക്കുക, അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ആൻഡ് ദെൻ അണ്ടർലൈൻ. നിങ്ങൾ ഈ ന്യൂമറിക്കൽ വാല്യൂസ് ഇപ്പോൾ 30 kg അല്ലെങ്കിൽ 72 kg എന്നൊക്കെ തരുന്ന ഈ വാല്യൂസ് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പോർഷൻ മാത്രം പിന്നീടും റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മതി, അല്ലാതെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വായിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ആദ്യം ഒരു പ്രാവശ്യം വായിക്കുക, മനസ്സിലാക്കുക, അണ്ടർലൈൻ ദി ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. സോ ഇവിടെ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? 30 kg ആണ് ലാഡറിൻ്റെ വെയിറ്റ്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ലാഡർ ഫ്രിക്ഷനിലാണ് നമ്മൾ ഈ ലാഡറിൻ്റെ പ്രോബ്ലം പഠിക്കുന്നത്, ആൻഡ് ദാറ്റ് ഈസ് മൊഡ്യൂൾ 2, റൈറ്റ്? പക്ഷേ ഇതെന്താണ് ഈ ക്വസ്റ്റ്യൻ, അതായത് മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് മൊഡ്യൂൾ 1 ക്വസ്റ്റ്യൻ ആയിട്ടാണ് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, കാരണം മൊഡ്യൂൾ 1 നമുക്കറിയാം ഫ്രീ ബോഡി ഡയഗ്രാം എന്നൊരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഈ ക്വസ്റ്റ്യനിൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇത് മൊഡ്യൂൾ 1 ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഡ്രോ ദി ഫ്രീ ബോഡി ഡയഗ്രാം എന്നാണ്. ഓക്കെ, ഡ്രോ ദി ഫ്രീ ബോഡി ഡയഗ്രാം. സോ 30 kg, അപ്പോൾ ലാഡറിൻ്റെ വെയിറ്റ് 30 kg ആൻഡ് ഒരു മാൻ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് 8 meter എബവ് ദി ഫ്ലോർ ലെവൽ. ഓക്കെ, സോ ഫ്ലോറിൽ നിന്ന് 8 meter മാറിയിട്ട് ഇവിടെ ആയിട്ടൊരു മാൻ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. മാൻ്റെ വെയിറ്റ് 72 kg ആണ്. ദർ ഇസ് എ 100 kg ഫോഴ്സ് ആക്ടിങ് അറ്റ് ദി ടോപ്പ് മോസ്റ്റ് പോയിന്റ്. ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഒരു 100 kg ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് വെർട്ടിക്കലി എന്ന് പറയുന്നുണ്ട്. മാസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് യൂണിഫോം. അപ്പോൾ ലാഡറിൻ്റെ മാസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ്. ഓക്കെ, ആൻഡ് കൺസിഡറിങ് ഓൾ കോണ്ടാക്ട് സർഫസസ് സ്മൂത്ത്. സോ ഓൾ കോണ്ടാക്ട് സർഫസസ് സ്മൂത്ത് എന്ന് വെച്ചാൽ എന്താ? ഓക്കെ, സർഫസ് സ്മൂത്ത് എന്ന് വെച്ചാൽ അവിടെ ഫ്രിക്ഷൻ ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ ദർ ഇസ് നോ ഫ്രിക്ഷൻ. ഡ്രോ ദി ഫ്രീ ബോഡി ഡയഗ്രാം. സോ ലെറ്റ് us see that. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് us move on to the answer. So you can see here ഫ്രീ ബോഡി ഡയഗ്രാമിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഗിവൺ ഡേറ്റ നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട് 30 kg. ഓക്കെ, സോ വെയിറ്റ് എപ്പോഴും kgയിലായിരിക്കും നമുക്ക്. ഓക്കെ, kgയിൽ തരാം അല്ലെങ്കിൽ ന്യൂട്ടണിൽ തരാം. ഓക്കെ, സോ ഇപ്പോൾ kgയിലായിരുന്നു തരുന്നതെങ്കിൽ നമ്മളത് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് 1 kg is equal to 9.81 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇൻറ്റു 9.81. സോ 9.81 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ ആ kg എന്നുള്ളത് ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ആകും. ക്ലിയർ? അപ്പോൾ 30 kg എന്നുള്ളത് 30 × 9.81. So you get the answer like this, and 72 kg weight of the man is 72 kg. അപ്പോൾ 72 × 9.81. Okay, again force at the top, ladder ടോപ്പിൽ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, and that is 100 kg. So 100 × 9.81. അപ്പോൾ 981 ന്യൂട്ടൺ എന്നാകും. And it is given the surface is smooth, therefore no friction. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്താണ്? ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒബ്ജക്ട്സിൽ നിന്ന് നമ്മൾ അതിൻ്റെ കോണ്ടാക്ട് സർഫസസ് മാറ്റുക, എന്നിട്ട് കോണ്ടാക്ട് സർഫസിന് പകരമായിട്ട് അവിടെ റിയാക്ഷൻ, ആ സർഫസിൽ നിന്ന് വരുന്ന റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഫോഴ്സസും മാർക്ക് ചെയ്യും. അതുകൂടാതെ തന്നെ ഇവിടുത്തെ സർഫസ്, ഇപ്പോൾ ഇവിടെ വോളാണ്, ഇത് ഫ്ലോറാണ്. ഓക്കെ, ഈ രണ്ട് സർഫസ് നമ്മൾ റിമൂവ് ചെയ്യും. അതുകൊണ്ടാണ് ഇങ്ങനെ ഡോട്ടഡ് ലൈൻസ് കാണിച്ചിരിക്കുന്നത്. രണ്ട് സർഫസും റിമൂവ് ചെയ്തിട്ട് അവിടെ റിയാക്ഷൻസ് ആണ്, ആ സർഫസിന് പകരം നമ്മൾ കാണിച്ചിരിക്കുന്നത് അവിടുത്തെ റിയാക്ഷൻസ് ആണ്. ഓക്കെ, സോ ഇത് വോളിൽ നിന്നുള്ള റിയാക്ഷൻ, ഇത് ഫ്ലോറിൽ നിന്നുള്ള റിയാക്ഷൻ, ആൻഡ് ഇവിടെ നിങ്ങൾ ഈ ഒരു റിയാക്ഷൻ അത് നമ്മൾ യൂഷ്വലി അതിപ്പോൾ ഒരു ഫ്ലോർ നേരെയുള്ളൊരു ഓക്കെ ഹൊറിസോണ്ടൽ ഫ്ലോർ ആണെങ്കിൽ നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഈ പോയിൻ്റ് Q എന്ന് പറഞ്ഞാൽ ഓക്കെ, Q എന്ന് പറയുന്ന പോയിൻ്റ് കുറച്ച്, അതായത് ഓക്കെ ഇങ്ങനെയാണ് നിൽക്കുന്നത് ഈ Q എന്നൊരു പോയിൻ്റ്. ഓക്കെ, സോ ലാഡർ നമ്മൾ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ലാഡറിൻ്റെ ഈ ഒരു ഭാഗം സോ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്ലോർ ഇങ്ങനെയും വരുന്നുണ്ട്, ഇങ്ങനെ ഒരു പോർഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇവിടെ നിന്നുള്ള റിയാക്ഷനാണ് RH. ഓക്കെ, ആ ഹൊറിസോണ്ടൽ റിയാക്ഷൻ. സോ അത് നിങ്ങൾ കൺഫ്യൂസ് ആകരുത്. യൂഷ്വലി നമ്മൾ ഇങ്ങനെ ഒരു പോർഷൻ കൊടുക്കാറില്ല. സോ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ദാറ്റ്. അതുകൊണ്ടാണ് ഇവിടെ
റിയാക്ഷൻ വരുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ വരുന്നത്. എഗെയിൻ ഇപ്പോൾ റിയാക്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തു. ഫ്രിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ തന്നിരിക്കുന്ന ഈ 3 ഫോഴ്സസ്, അതായത് വെയിറ്റ്. ഓക്കെ, ലാഡറിൻ്റെ വെയിറ്റ് എപ്പോഴും ലാഡറിൻ്റെ സെൻറ്ററിലായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് മാൻ ഫ്ലോർ ലെവലിൽ നിന്ന് 8 മീറ്റർ മാറിയിട്ടാണ് നിൽക്കുന്നത്. സോ ഇവിടെയായിട്ട് വരും. ഓക്കെ, ആൻഡ് വെർട്ടിക്കൽ ഫോഴ്സ് 981 ന്യൂട്ടൺ. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ എല്ലാ ഫോഴ്സസ് മാർക്ക് ചെയ്യുക, റിയാക്ഷൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, സർഫസ് കണ്ടീഷൻ നോക്കുക. സ്മൂത്ത് ആണോ? സ്മൂത്ത് ആണെങ്കിൽ ഫ്രിക്ഷൻ വേണ്ട. ക്ലിയർ അല്ലേ? സോ ഹോപ്പ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. Now the second question is state and explain Varigman's theorem for concurrent coplanar forces. Okay, so ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യനും 3 മാർക്ക് തന്നെയായിരുന്നു. ഓക്കെ, സോ എന്ത് ക്വസ്റ്റ്യൻസ് ആയാലും, അതായത് തിയറംസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ലോസ് ബേസ് ചെയ്തിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആസ് സച്ച് അതുപോലെ എഴുതുക. ഓക്കെ, എന്താണോ ലോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു തിയറം പറയുന്നത്, ആ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതിൻ്റെ ലോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമല്ലോ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, ആൻഡ് ഇവിടെ ഇപ്പോൾ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റിന് മാത്രമല്ല മാർക്ക്, ഓക്കെ, ഫിഗേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അതായത് നമ്മൾ വാരിഗ്നൻസ് തിയറം ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, വാരിഗ്നൻസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദി മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് എബൌട്ട് എനി ആക്സിസ് ഇസ് ഈക്വൽ ടു സം ഓഫ് മൊമെൻറ്റ്സ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ് എബൌട്ട് ദാറ്റ് ആക്സിസ്. അതായത് ഇതാണ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് ഈ ലാസ്റ്റ് F/D ഈസ് ഈക്വൽ ടു F1d1 പ്ലസ് F2d2. ഓക്കെ, അതായത് ടോട്ടൽ മൊമെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻഡിവിജ്വൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന മൊമെൻറ്റിൻ്റെ സം ആയിരിക്കും. ഓക്കെ, സോ ടോട്ടൽ ഫോഴ്സ് F/D ആണെങ്കിൽ ആ ഫോഴ്സിൻ്റെ കമ്പോണൻസ് F1, F2, F3 എന്നൊക്കെ പറയുന്നത് കമ്പോണൻസ് ആണെങ്കിൽ ആ കമ്പോണൻസിൻ്റെ മൊമെൻ്റ് എടുക്കാം. അതായത് F1d1 അല്ല, ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ്. സോ F1d1, F2d2 ഇതിൻ്റെ എല്ലാം സം എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് വാരിഗ്നൻസ് തിയറം പറയുന്നത്. ആൻഡ് ഇപ്പോൾ തിയറം മാത്രം പോരാ, നിങ്ങൾ ഫിഗർ വരയ്ക്കുക. ഓക്കെ, സോ ഫിഗർ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് ഫസ്റ്റ് ഒരു ഫോഴ്സ്, നമുക്ക് 3 ഫോഴ്സസ് തന്നിട്ടുണ്ട്. ഓക്കെ, F എന്നൊരു ഫോഴ്സ്, അതിൻ്റെ കമ്പോണൻസ് ആണ് F1, F2. ഓക്കെ, ഇതെല്ലാം മേക്ക് ചെയ്യുന്ന ആംഗിൾ റെസ്പെക്റ്റീവ് ആംഗിൾസ് ആണ് തീറ്റ, θ1, θ2. അഗെയിൻ ഇതിനെ താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇതൊരു പാരലലോഗ്രാമായിട്ട് നമുക്ക്, അതായത് ഈ ഒരു ഫോഴ്സ് സിസ്റ്റത്തിന് ഒരു പാരലലോഗ്രാമായിട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് സോ ഇങ്ങനെ വരും. ഓക്കെ, സോ പാരലലോഗ്രാമായിട്ട് എടുക്കാം. ആൻഡ് ദെൻ ഇതിൻ്റെ ഈ ഒരു പോയിൻറ്റ് ഓയ്ക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെൻ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് F2യിലേക്ക് വരുന്ന ആ ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ D2. ഓക്കെ, ആൻഡ് Fയിലേക്ക് വരുന്നത് D ആൻഡ് F1ലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D1. ഓക്കെ, സോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് മൊമെൻറ്റ്. സോ നമുക്ക് ലാസ്റ്റ് ഫൈനലി എങ്ങനെ എഴുതാൻ പറ്റും? F/D, അതായത് ടോട്ടൽ മൊമെൻ്റ് എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ F1, F2 എന്ന് വെച്ചാൽ ഇതിൻ്റെ കമ്പോണൻസ് ആണ്, റൈറ്റ്? So total moment will be equal to the sum of the individual componentsൻ്റെ മൊമെൻറ്റിൻ്റെ സം ആയിരിക്കും. ഓക്കെ, സോ നിങ്ങളപ്പോൾ ഈ ഫിഗർ വരക്കാൻ നേരത്തെ ഫിഗർ മാത്രം വരച്ച് വെച്ചാൽ പോരെ, നമ്മൾ എന്താണ് ഈ F2, F1, D എന്ന് എന്തൊക്കെയാണെന്ന് ഉള്ള ഒരു റഫായിട്ടൊരു ഐഡിയ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുക. ഓക്കെ, കൺസിഡർ എ ഫോഴ്സ് ആക്ടിങ് അറ്റ് പോയിൻറ്റ് A, F1, F2 ആർ ദി കമ്പോണൻസ്. മൊമെൻറ്റ് അബൌട്ട് F എന്ന് വെച്ചാൽ F/D. ഓക്കെ, ഇപ്പോൾ D1, D2 എന്താണെന്നുള്ള കാര്യങ്ങൾ എഴുതുക. ഓക്കെ, ആൻഡ് ആ പ്രൂഫിൽ ആ എന്താണ് തിയറത്തിൽ പറയുന്നത്, പറയാൻ ഉദ്ദേശിക്കുന്ന ആ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ഇവിടെ ഉള്ളത്. F/D ഈസ് ഈക്വൽ ടു F1d1 പ്ലസ് F2d2. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. സോ തേർഡ് ക്വസ്റ്റ്യൻ പാർട്ട് ബി എന്നാണ്. ഓക്കെ, അതായത് 5 + 9 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എയും ബിയും ഉണ്ട്. സോ ലെറ്റ് us ഡിസ്കസ് ഈച്ച് ഓഫ് ദം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ്, ഇപ്പോൾ മൊഡ്യൂൾ 1ലെ പോർഷൻസിൻ്റെ വീഡിയോ ലെക്ചേഴ്സ് നേരത്തെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് വീഡിയോസ് നിങ്ങൾ നോക്കിയാൽ അറിയാം. അതല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട് ഓരോ, അതായത് ഇൻഡിവിജ്വൽ. ഇപ്പോൾ വാരിഗ്നൻസ് തിയറം തന്നെ നമ്മൾ ഒരു ക്ലാസ്സിൽ വാരിഗ്നൻസ് തിയറം ഒരു വീഡിയോ ലെക്ചേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ റിസൾട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ മൊഡ്യൂൾ 1ലെ ഡിഫറെൻറ്റ് പോർഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോർഷൻസ് നിങ്ങൾക്ക് ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക്
നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഓരോ പോർഷൻസും പഠിക്കാൻ പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാനിവിടെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓൾ റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. A rope 9 meter long is connected at A and B, 2 points on the same level 8 meter apart. A load of 300 Newton is suspended from point C on the rope 3 meter from A. What load connected to a point D on the rope 2 meter from B is necessary to keep the portion CD parallel to AB? ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഫിഗർ തന്നിട്ടില്ല. ഓക്കെ, ഫിഗർ തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫിഗറിലേക്ക് എത്തുക? അതെന്താ ചെയ്യേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യനിൽ റോപ്പ് തന്നിട്ടുണ്ട് 9 മീറ്റർ ലോങ്. ഓക്കെ, സോ റോപ്പിൻ്റെ ലെങ്ത് 9 മീറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് അറ്റ് 2 പോയിൻറ്റ്സ് എ ആൻഡ് ബി. അപ്പോൾ 2 പോയിൻറ്റ്സ് ഉണ്ട്, എയും ബിയും. ഓക്കെ, 2 പോയിൻറ്റ്സ് ഓൺ ദി സെയിം ലെവൽ, 2 പോയിൻറ്റും സെയിം ലെവലിലാണ്. ഓക്കെ, അതായത് 2 പോയിൻറ്റ് ഒരേ ലൈനിലായിരിക്കും വരുന്നത്, സെയിം ലെവലിലാണ്. 8 മീറ്റർ അപ്പാർട്ട്. സോ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 8 മീറ്റർ. ഓക്കെ, സോ എയും ബി എന്ന 2 പോയിൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ ഡിസ്റ്റൻസ് എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് 8 മീറ്റർ. ഈ എയിലും ബിയിലും കൂടെ നമ്മളൊരു റോപ്പ് കണക്ട് ചെയ്തിരിക്കുകയാണ്. 9 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റോപ്പ് കണക്ട് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, a load of 300 Newton is suspended from point C on the rope 3 meter from A. സോ എയും ബി എന്നൊരു പോയിൻ്റ് ഉണ്ട്, 2 പോയിൻറ്റ്സ് ഉണ്ട്. സോ എയിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ട്, ഓക്കെ, എയിലും ബിയിലും കൂടെ റോപ്പ് ഇട്ടേക്കാണ്. സോ എയിൽ നിന്ന് 3 മീറ്റർ മാറി, ലൈക്ക് ദിസ്. സോ ഇതാണ് എ ബി. ഓക്കെ, 2 പോയിൻറ്റ്സ് എ ബി ആൻഡ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് 8 മീറ്റർ. ഓക്കെ, എയിൽ നിന്ന് 3 മീറ്റർ മാറിയിട്ടൊരു പോയിൻ്റ് ഉണ്ട് സി. ആ പോയിൻ്റ് സിയിൽ 300 ന്യൂട്ടൺ ലോഡ് സസ്പെൻഡ് ചെയ്തിട്ടേക്കാണ്. ഓക്കെ, സോ 300 ന്യൂട്ടൺ ലോഡ് is suspended from point C 3 meter from A. What load connected to point D on the rope 2 meter from B is necessary to keep the portion CD parallel to AB? ഓക്കെ, ഇപ്പോൾ ബി പോയിൻറ്റിൽ നിന്ന് 2 മീറ്റർ മാറിയിട്ടൊരു പോയിൻ്റാണ് ഡി. ഈ ഡി പോയിൻറ്റിൽ എത്ര ലോഡാണ് നമ്മൾ സസ്പെൻഡ് ചെയ്യേണ്ടത്? ഓക്കെ, എത്ര ലോഡ് കൊടുത്താലാണ് ഈ സി ഡി എന്നൊരു പോർഷൻ, ഓക്കെ, അതായത് ഈ റോപ്പ് ഈ എ ബിക്ക് പാരലായിട്ട് നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇത് പാരലൽ ആകണമെങ്കിൽ ഒബ്വിയസ്ലി ഈ കംപ്ലീറ്റ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാകണം, അല്ലേ? സോ ഇത് ഇക്വിലിബ്രിയത്തിലായെങ്കിൽ മാത്രമേ, അതായത് സിയും ഡി ഇക്വിലിബ്രിയത്തിലായെങ്കിൽ മാത്രമേ ഇങ്ങനെ പാരലായിട്ട് നിൽക്കുകയുള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാമിസ് തിയറം. 2 രീതിയിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ലാമിസ് തിയറം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 3 ഫോഴ്സസ് തന്നിട്ടുണ്ട്. 3 ഫോഴ്സും തമ്മിലുള്ള ആംഗിൾസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ലാമിസ് തിയറം വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഈ സെയിം ക്വസ്റ്റ്യൻ നമുക്ക് ലാമിസ് തിയറം പ്രൂഫ് വെച്ച് ആൻസർ കണ്ടുപിടിക്കാം, W കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എന്താ, നമുക്ക് W ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ഗിവൺ ഡേറ്റ ഒക്കെ എഴുതുക, തന്നിരിക്കുന്ന ഡേറ്റാസ് എഴുതുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ വരക്കാനാണുള്ളത്. സോ ഈ ഡേറ്റ നിങ്ങളൊരു ഫിഗറായിട്ട് വരക്കുക. എല്ലാ ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, ഫിഗേഴ്സിന് പ്രത്യേക മാർക്കുള്ളതാണ്. ഓക്കെ, സോ ഫിഗേഴ്സ് നീറ്റായിട്ടും അതുപോലെ തന്നെ അതിലുള്ള ഓരോ വാല്യൂസൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തേക്കാം. ക്ലിയർ അല്ലേ? സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് വീഡിയോ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സോ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ. അപ്പോൾ ഞാനിവിടെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അത് വെച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓക്കെ, പോയിന്റ് സി ഇക്വിലിബ്രിയത്തിലാണെന്ന് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ സമ്മ് 0 ആക്കുക. ഓക്കെ, ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 ആയിരിക്കും. ഓക്കെ, അതേപോലെ പോയിന്റ് ഡിയിൽ ആക്ട് ചെയ്യുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെയും സമ്മ് 0 എന്ന് എടുക്കുക, എല്ലാ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെയും സമ്മ് 0 എന്ന് എടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0, സിഗ്മ എഫ് വൈ ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, എ. ഓക്കെ, സോ എ ഇ സി, ഇത് ഇ ആണ് കേട്ടോ, ഈ പോയിൻ്റാണ് ഇ. സോ എ ഇ സി എന്നൊരു പോയിന്റ്, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുക. സോ ഈ ട്രയാങ്കിളിൽ നമുക്കറിയാം, ഓക്കെ,
നമുക്ക് ഇവിടെ ആക്ച്വലി ഈ ആംഗിൾസ് ഒന്നും തന്നെ തന്നിട്ടില്ല. സോ ഫസ്റ്റ് നമ്മളുടെ കാര്യം ഈ ക്വസ്റ്റ്യൻ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇവിടുത്തെ ഈ ആംഗിൾ തീറ്റ എന്നും ഈ ആംഗിൾ ആൽഫ എന്നും മാർക്ക് ചെയ്യുക. ഓക്കെ, അഗെയിൻ ഈ ഡിസ്റ്റൻസ് ഇത് പാരലൽ ആണെങ്കിലോ നമുക്ക് എ ബിയും സി ഡിയും പാരലൽ ആയിട്ടാണ് വേണ്ടത്. സോ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും അല്ലേ. സോ ഈ ഡിസ്റ്റൻസ് നമ്മൾ y എന്നാണ് എടുക്കുന്നതെങ്കിൽ ഓക്കെ, ഇഫ് യു ആർ ടേക്കിംഗ് ദിസ് ആസ് y, ദെൻ y ഈ രണ്ട് ഈക്വൽ അല്ലേ. സോ ഈ ഒരു ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്, ഇതും ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് y സ്ക്വയർ. ഓക്കെ, y സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. സോ 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഓക്കെ ട്രയാങ്കിൾ ബി ഡി എഫ് ഈ പോയിന്റ് ആണ് എഫ്. ഓക്കെ, സോ ഈ ട്രയാങ്കിൾ എടുക്കാൻ നേരത്ത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് 4 മൈനസ് എക്സ് ആയത്? ഓക്കെ, അതിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. അതായത് ടോട്ടൽ എ മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 മീറ്ററാണ്. ഓക്കെ, അഗെയിൻ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് 3 മീറ്റർ ആണ്. ബി മുതൽ ഡി വരെയുള്ള ഡിസ്റ്റൻസ് 2 മീറ്റർ ആണെന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സോ റോപ്പ് നമുക്കറിയാമല്ലേ, ഈ ഇത്രയും പോർഷൻസ് എന്ന് വെച്ചാൽ റോപ്പാണ്, ഇത് കംപ്ലീറ്റ് റോപ്പാണ്. അപ്പോൾ ഈ റോപ്പിൻ്റെ ടോട്ടൽ ലെങ്ത് 9 മീറ്റർ ആണ്. ഓക്കെ, ഈ 9 മീറ്ററിൽ 3 മീറ്റർ ഇവിടെ, 2 മീറ്റർ ഇവിടെ. സോ 5 മീറ്റർ ആണ് മൊത്തത്തിൽ. ബാക്കി റിമൈനിങ് എത്രയാണ്? ഓക്കെ, 9 മൈനസ് 5 4 മീറ്റർ ആയിരിക്കും ഈ സി ഡി ഇത്രയും പോർഷൻ. ഓക്കെ, സോ ഇത് 4 മീറ്റർ ആണെങ്കിൽ ഇതും 4 മീറ്റർ ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ടോട്ടൽ 8 മീറ്റർ ആൻഡ് അതിൽ ഇത് 4 മീറ്റർ ആൻഡ് ഇത് നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8 ഈ ഒരു പോർഷൻ എന്തായിരിക്കും? 8 മൈനസ് 4 മൈനസ് എക്സ്. ഓക്കെ, 8 മൈനസ് 4 മൈനസ് എക്സ് എന്ന് വെച്ചാൽ എന്താ? 4 മൈനസ് എക്സ് തന്നെ. ഓക്കെ, 8 മൈനസ് 4 മൈനസ് എക്സ്. 4 മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ അങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ വന്നത്. y സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 4 മൈനസ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അഗെയിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ y സ്ക്വയർ നമുക്ക് ഈക്വൽ ആയിട്ട് എടുക്കാം. സോ 3 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ 3 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ദിസ് പാർട്ട് ആൻഡ് അതിൽ നിന്ന് നമ്മൾ എക്സ് ആണ് ഇവിടെ അൺനോൺ ആയിട്ടുള്ളത്. സോ എക്സിൻ്റെ വാല്യൂ വി ഗെറ്റ് ഇറ്റ് ആസ് 2.625 മീറ്റർ. ഓക്കെ, സോ എക്സിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഈ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ വി ഗെറ്റ് 4 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, വി ഗെറ്റ് ദിസ് ഡിസ്റ്റൻസ് ടു. ആൻഡ് ഇപ്പോൾ ഡിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ആംഗിൾസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ് ആസ് ഓക്കെ സൈൻ തീറ്റ എടുക്കുക. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ദറ്റ് ഈസ് എക്സ് ബൈ 3. സോ എക്സിൻ്റെ വാല്യൂ ഓൾറെഡി കിട്ടിയതാണ്. Okay, so from that we get the value for theta. So theta യുടെ value 61.04 degree എന്ന് കിട്ടും. Okay, similarly phi യുടെ value calculate ചെയ്യുക. sin phi is equal to opposite side by hypotenuse that is 4 minus x by 2. Okay, so we get the value for phi as 43.43 degree. അപ്പോൾ തീറ്റയും ഫൈയും ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ സി പോർഷനാണ് എടുക്കേണ്ടത്. ഓക്കെ, കാരണം സി പോർഷനിൽ നമുക്ക് 300 ന്യൂട്ടൺ ഇതറിയാം അല്ലേ. സോ ഈ ഒരു ഫോഴ്സും ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സുമാണ് അൺനോൺ ആയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ ആദ്യം ഈ സി ആണ് എടുത്തത്. ഓക്കെ, ഇവിടെ വരാൻ നേരത്തെ ഇപ്പോൾ ആദ്യം ഡി എടുത്താലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഓക്കെ ആദ്യം ഡി ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ ഡിയിൽ നമുക്ക് ഒരു ഫോഴ്സും തന്നെ അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എല്ലാ ഫോഴ്സസും ഈ 3 ഫോഴ്സും അൺനോൺ ആണ്. ഇവിടെയെന്ന് വെച്ചാൽ 300 അറിയാം, ഈ 2 ഫോഴ്സസ് ആണ് നമുക്ക് അറിയാത്തത് അൺനോൺ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പോയിന്റ് സി തന്നെ എടുത്തത് ഫസ്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് കൺസിഡർ ദി ഇക്വിലിബ്രിയം ഓഫ് പോയിന്റ് സി. ഓക്കെ, ഇപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്താണ്? വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മ് 0, അതുപോലെ ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് 300 ആണ് നമുക്ക് അറിയുന്നത് അല്ലേ. ഇപ്പോൾ വെർട്ടിക്കലി ഉള്ളൊരു ഫോഴ്സ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ ആദ്യം വെർട്ടിക്കലി റിസോൾവ് ചെയ്യുക. ഓക്കെ, സോ റിസോൾവിങ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ നേരത്തെ എങ്ങനെയാണ് വരുന്നത്? സോ ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഫോഴ്സ് എന്ന് വെച്ചാൽ ഈ ഒരു ഫോഴ്സിനെ നമുക്ക് വെർട്ടിക്കലി റിസോൾവ് ചെയ്യാം.
ഓക്കെ, സോ ഇതെന്തായിരിക്കും ടി എ സി. ഇപ്പോൾ ടെൻഷനാണ്, ഓക്കെ, റോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ടെൻഷൻ എന്ന് കൊടുത്തത്. ഓക്കെ, സോ ഇത് ടി എ സി ഇൻറ്റു കോസ് തീറ്റ. കോസ് തീറ്റ ആയിരിക്കുമല്ലോ. ഓക്കെ, സോ ടി എ സി കോസ് തീറ്റ മൈനസ് 300 എന്ന് വരും. ഓക്കെ, ക്ലിയർ? സോ ടി എ സി കോസ് തീറ്റ അത് മേളിലോട്ടാണ്, അപ്വേർഡാണ്. സോ അപ്വേർഡ് നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. ആൻഡ് മൈനസ് 300 ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ 300 മൈനസ് എന്ന് എടുത്തു. സോ ദിസ് വേറെ ഫോഴ്സ് ഒന്നും ഇല്ല വെർട്ടിക്കലി. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് നമുക്ക് ടി എ സി കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് വി ഓൾറെഡി നോ ദി വാല്യൂ ഫോർ ആംഗിൾ തീറ്റ. ഓക്കെ, തീറ്റ കണ്ടുപിടിച്ചായിരുന്നു. സോ തീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദിസ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെൻഷൻ ഫോഴ്സ് നമുക്ക് കിട്ടും. ടി എ സി എന്ന് പറഞ്ഞാൽ 619.58 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അഗെയിൻ നെക്സ്റ്റ് ഈസ് റിസോൾവിങ് ഹൊറിസോണ്ടലി. ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. ഓക്കെ, റിസോൾവിങ്. അപ്പോൾ ഈ ഒരു ഫോഴ്സിനെ നമ്മൾ എങ്ങനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യും? ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇതാണ് വെർട്ടിക്കലി നമ്മൾ ഇതായിരുന്നു എടുത്തിരുന്നത്. അഗെയിൻ ഹൊറിസോണ്ടലി വരുമ്പോൾ ഈ ഒരു പോർഷൻ എടുക്കാം. ഓക്കെ, ഈ ഒരു ഫോഴ്സ് എടുക്കുക. ദാറ്റ് ഈസ് ടി എ സി സൈൻ തീറ്റ. സൈൻ തീറ്റ. ക്ലിയർ? അപ്പോൾ ഈ ഒരു പോർഷൻ എടുക്കാം. സോ ഇവിടെ എന്ത് വരും? ടി ഡി സി. ഇത് സി ഡി അല്ലേ? അപ്പോൾ ടി സി ഡി, ടി ഡി സി, ടി സി ഡി എന്ന് വെച്ചാൽ എന്താണ്? അത് പോസിറ്റീവ് ഡയറക്ഷനിലാണ് അല്ലേ? ഈ ഒരു ഡയറക്ഷൻ, നമ്മൾ ഡയറക്ഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ പോസിറ്റീവായിട്ടാണ് ഇത് രണ്ടും എടുക്കുക. ഓക്കെ, എക്സ് ആൻഡ് വൈ, പോസിറ്റീവ് എക്സ് ആൻഡ് വൈ ആൻഡ് നെഗറ്റീവ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഇങ്ങനെയാണ് ഡയറക്ഷൻ എങ്കിൽ വി ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ് ആൻഡ് ഈ രണ്ട് സൈഡും നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഈ സൈഡ് എന്ത് വരും? പോസിറ്റീവ് വരും. ഓക്കെ, ആൻഡ് ദിസ് വിൽ ബി നെഗറ്റീവ്. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ടി ഡി സി മൈനസ് ടി എ സി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 0. സോ ടി എ സിയുടെ വാല്യൂ ഓൾറെഡി കിട്ടിയതാണ്. ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് വി ഗെറ്റ് ദി വാല്യൂ ഫോർ ടി സി ഡി. ഓക്കെ, സോ ടി സി ഡിയുടെ വാല്യൂ നമുക്ക് 542.11 ന്യൂട്ടൺ എന്ന് കിട്ടും. So please check whether you are getting this. Okay. Again നമ്മൾ പോയിന്റ് ഡി. ഓക്കെ, ഈ ഡി പോയിന്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇത്രയും ഫിഗേഴ്സ് ഒന്നും വരക്കണ്ട കേട്ടോ. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക്, അതായത് ഓരോ സ്ലൈഡിലും നിങ്ങൾക്ക് കാണിക്കാനായിട്ടാണ് ഈ ഫിഗേഴ്സ് ഇത്രയും വരച്ചിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് വൺ ഫിഗർ വരക്കുക. ഓക്കെ, ദെൻ ഈ ഒരു പാർട്ട് വരക്കുക ആൻഡ് ദിസ് പാർട്ട്. ദാറ്റ്സ് ഇനഫ്. ഓക്കെ, ഇവിടെ ഞാൻ ഓരോ സ്ലൈഡിലും എടുത്തും അത് കോപ്പി ചെയ്തതേ ഉള്ളൂ. ഓക്കെ, സോ പോയിന്റ് ഡി എടുക്കുകയാണെങ്കിൽ ഡിയിൽ എന്താ വരുന്നത്? ഏതൊക്കെ ഫോഴ്സസ് വരും? ഡി ബി വരും. ഓക്കെ, ഡി സി ആൻഡ് ഡബ്ല്യു. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോൺ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ഫോഴ്സ് നമുക്ക് നോൺ ആയിട്ടുള്ളൂ അല്ലേ? നമ്മൾ നേരത്തെ അതായത് സിയിലെ ഇക്വിലിബ്രിയത്തിൽ നമുക്ക് ഈ ഒരു ഫോഴ്സ് അതായത് ഇങ്ങനെ കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കുമല്ലോ. ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതും ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതും. സോ ടി സി ഡി കിട്ടിക്കഴിഞ്ഞാൽ ടി ഡി സി വിൽ ബി സെയിം. ഓക്കെ, സെയിം വാല്യൂ ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു ഫോഴ്സ് മാത്രമേ അറിയുള്ളൂ, ഹൊറിസോണ്ടൽ ഫോഴ്സ്. സോ നമ്മൾ ആദ്യം ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. ഓക്കെ, ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാൻ നേരത്ത് വി നോ ദിസ് ഫോഴ്സ് ആൻഡ് ഈ ഒരു ഫോഴ്സിൻ്റെ ടി ഡി ബിയുടെ സൈൻ കമ്പോണൻറ്റ് എടുക്കുക. ഓക്കെ, സോ ടി ഡി ബി സൈൻ 5 ഇസ് ഈക്വൽ ടു ഓക്കെ ദാറ്റ് മൈനസ് ടി സി ഡി ഇസ് ഈക്വൽ ടു 0. സോ ഇത് പോസിറ്റീവും ഇങ്ങോട്ടുള്ളത് നെഗറ്റീവും. ഓക്കെ, സോ ടി സി ഡിയുടെ വാല്യൂ ഓൾറെഡി അറിയാം, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദി വാല്യൂ ഫോർ ടി ഡി ബി. ഓക്കെ, ടി ഡി ബിയുടെ വാല്യൂ കിട്ടും. സോ ടി ഡി ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ടി ഡി ബി കിട്ടി. ഇനി നമുക്ക് ഡബ്ല്യു ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സം എടുക്കുക. ഓക്കെ, സോ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുക. സോ വെർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ നേരത്ത് ഈ ഒരു ഫോഴ്സിന് നമ്മൾ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുക. ഓക്കെ, സോ ടി ഡി ബി കോസ് അല്ല, ഇതെന്ന് പറഞ്ഞാൽ കോസ് 5 എന്ന് വരും. ടി ഡി ബി കോസ് 5 അത് മേളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്വേർഡ്സ് ആയിരിക്കും ടി ഡി ബി കോസ് 5 ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്വേർഡ്സ് ആയതുകൊണ്ട് അതെന്താ പോസിറ്റീവ് ആയിരിക്കും. സോ ടി ഡി ബി കോസ് 5 വിൽ ബി പോസിറ്റീവ് ആൻഡ് ഡബ്ല്യു താഴേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് നെഗറ്റീവ്. സോ ടി ഡി ബി കോസ് 5 മൈനസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ ഡബ്ല്യു. ഡബ്ല്യു ആണ് ഇവിടെ അൺനോൺ ആയിട്ടുള്ളത്. ഡബ്ല്യുയുടെ വാല്യൂ കിട്ടും. ഓക്കെ, സോ വി ആർ ഗെറ്റിംഗ് ദറ്റ് വാല്യൂ as 572.66 ന്യൂട്ടൺ. സോ ചെക്ക് വെദർ യു ആർ ഗെറ്റിംഗ് ദിസ് ആൻസേഴ്സ്. ഓക്കെ, ഇപ്പോൾ കുറേ
ആൻസേഴ്സ് ഉണ്ടായിരുന്നു. ഈ ഓരോ സ്റ്റെപ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം നിങ്ങൾക്ക് ഇപ്പം അറിയാമല്ലേ ഓരോന്നും ലിങ്ക്ഡ് ആണ്. ഓക്കെ, അതായത് ഈ വാല്യൂ കിട്ടണമെങ്കിൽ ഇതിൻ്റെ പ്രീവിയസ് സ്റ്റെപ്പിൽ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഓരോന്നും ലിങ്ക്ഡ് ആണ്. അപ്പോൾ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസേഴ്സ് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ, ഓക്കെ, ഓരോ സ്റ്റെപ്പിലെ ആൻസേഴ്സ് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഈ ഫൈനൽ ആൻസർ കറക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ ഈവൺ ഇഫ് യുവർ ഫൈനൽ ആൻസർ, ഓക്കെ, ഫൈനലി നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ റോങ് ആയാലും നിങ്ങൾക്കൊരു 50 to 60% മാർക്ക് കിട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 14 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 5 or 6 മാർക്ക്, ഓക്കെ, 5 to 6 മാർക്സ് നിങ്ങൾക്ക് സ്റ്റെപ്സ് കറക്റ്റ് ആയാൽ കിട്ടും. ഓക്കെ, സോ നിങ്ങൾ സ്റ്റെപ്സ് എല്ലാം തന്നെ കറക്റ്റായിട്ട് എഴുതുക. ഈവൺ ഇഫ് യുവർ ഫൈനൽ ആൻസർ ഈസ് റോങ്, നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് അല്ലെങ്കിൽ 60%, ഓക്കെ, 5-6 മാർക്സ് എന്തായാലും 10 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കിട്ടിയിരിക്കും. ആൻഡ് യൂണിറ്റ്, ഫൈനലി യൂണിറ്റ് കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, യൂണിറ്റ്സ് അതുപോലെ കൺവേർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ന്യൂട്ടണിന് പകരം കിലോഗ്രാം ആയിരിക്കും തരിക. ഓക്കെ, ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യനിൽ 30 കിലോഗ്രാം എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ കിലോഗ്രാമിനെ ന്യൂട്ടണായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ അങ്ങനെയുള്ള കൺവേർഷൻസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കാം. ഓക്കെ, ആൻഡ് എഗെയിൻ വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു 2 രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാമായിരുന്നു അല്ലേ. ലാമിസ് തിയറം യൂസ് ചെയ്യാം. സോ ലാമിസ് തിയറം യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ഞാൻ അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് ഈക്വിലിബ്രിയം കണ്ടീഷൻസ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് ലാമിസ് തിയറത്തിൽ പ്രോബ്ലം ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഓക്കെ, സോ അത് രണ്ടും ഈക്വിലിബ്രിയം കണ്ടീഷൻ വെച്ചാണ് ഞാനിവിടെ പ്രോബ്ലം ചെയ്തത്. ഈ സിമിലർ പ്രോബ്ലം നിങ്ങൾ ലാമിസ് തിയറം അപ്ലൈ ചെയ്താലും യു ഗെറ്റ് ദി സെയിം ആൻസർ. ഓക്കെ, അപ്പോൾ ലാമിസ് തിയറത്തിൽ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ തീറ്റ, ഓക്കെ, ഈ ഇത്രയും സ്റ്റെപ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ലാമിസ് തിയറത്തിലും നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ആംഗിൾസ് കണ്ടുപിടിച്ചതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ TAC, TCD, പിന്നെ ഈ ഫോഴ്സ്, ഇപ്പോൾ 3 ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 3 ഫോഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ഈ 3 ഡിസ്റ്റൻസസ്, ഈ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇവിടെ തീറ്റയുണ്ട്. ഓക്കെ, സോ ഇത് തീറ്റയാണ് ആൻഡ് ദിസ് ഇസ് 90 ഡിഗ്രി, റൈറ്റ്. സോ തീറ്റ പ്ലസ് 90 ഡിഗ്രിയാണ് ഈ ആംഗിൾ, അതായത് ഈ 2 ഫോഴ്സിൻ്റെ തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, അതേപോലെ ഈ ആംഗിൾ എത്ര വരും? 180 മൈനസ് തീറ്റ അല്ലേ, 180 മൈനസ് തീറ്റ എന്ന് വരും. അതേപോലെ ഈ ആംഗിൾ 90 ഡിഗ്രി. സോ ഓരോ, അതായത് നിങ്ങൾക്ക് ഫോഴ്സ് തമ്മിലുള്ള ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ ലാമിസ് തിയറം ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അതായത് ലാമിസ് തിയറം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈൻ കമ്പോണൻറ്റ്. ഓക്കെ, സോ 300 ബൈ സൈൻ 90 പ്ലസ് 61.04 അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് എഴുതാം. ഓക്കെ, TAC ബൈ 90 ഡിഗ്രി. സോ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന്, ഓക്കെ, TAC ബൈ സൈൻ 90. ഓക്കെ, സോ TACയുടെ വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ലാമിസ് തിയറം അപ്ലൈ ചെയ്യുക. ഇപ്പോൾ TAC കിട്ടിക്കഴിഞ്ഞാൽ അഗെയിൻ ഇതും TCD എന്തായിരിക്കും? 300 ബൈ സൈൻ, ദിസ് ഇസ് ഈക്വൽ ടു TDC ബൈ, TDCയുടെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ഈ ആംഗിളാണ്, 180 മൈനസ് സൈൻ 180 മൈനസ് തീറ്റ. ഓക്കെ, സോ ചെക്ക്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക വെദർ യു ആർ ഗെറ്റിംഗ് ദി ആൻസേഴ്സ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ലാമിസ് തിയറം അപ്ലൈ ചെയ്യുക. സോ ചെക്ക് വെദർ യു ആർ ഗെറ്റിംഗ്. നമ്മൾ ലാമിസ് തിയറത്തിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ തറവാകും. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ 3 B പാർട്ട്. ഓക്കെ, concurrent forces of 1, 3, 5, 7, 9, 11 Newton are applied to the center of a regular hexagon acting towards its vertices as shown in figure. Determine the magnitude and direction of the resultant. Okay, so concurrent forces എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, the forces which meet at a point, അതായത് ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ they meet at a സിംഗിൾ പോയിന്റ്, അതിനെയാണ് കോൺകറൻറ്റ് ഫോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ദേ ആർ അപ്ലൈഡ് ടു ദി സെൻറ്റർ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ ഫിഗർ തന്നില്ലെങ്കിലും ഓക്കെ, ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ സെൻറ്ററിലാണ് എല്ലാ ഫോഴ്സസും അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ,
ഹെക്സഗൺ എന്ന് പറയുമ്പോൾ എത്ര സൈഡ്സ് കാണും? 6 സൈഡ്സ് കാണും. ഓക്കെ, സോ റെഗുലർ ഹെക്സഗണിൻ്റെ സെൻറ്ററിൽ നിന്ന് 1, 3, 5, 7, 9 and 11 ന്യൂട്ടൺ ഫോഴ്സസ് ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. ഓക്കെ, സോ 1, 3, 5, 7, 9 and 11 ആൻഡ് ദേ ആർ ആക്ടിങ് ടുവേർഡ്സ് ദി വേർട്ടിസസ്. അപ്പോൾ ഇതാണ് ഹെക്സഗണിൻ്റെ വേർട്ടിസസ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് വേർട്ടിസസിലേക്ക് ആക്ട് ചെയ്യുകയാണ്. ഡിറ്റർമൈൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ്. അപ്പോൾ ആറിൻ്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ തന്നെ ഡയറക്ഷനുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ് us see. ഇപ്പോൾ സൊല്യൂഷൻ നമ്മളപ്പോൾ റെഗുലർ ഹെക്സഗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല അല്ലേ? ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇവിടെ നമുക്ക് ആംഗിൾസ് ഒന്നും തന്നിട്ടില്ല. സോ ആംഗിൾസ് അറിയാതെ റിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യം നമ്മൾ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ റെഗുലർ ഹെക്സഗൺ ആയതുകൊണ്ട് നമുക്കറിയാം ടോട്ടൽ ഒരു കംപ്ലീറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എത്രയാണ്? 360 ഡിഗ്രിയാണ്, റൈറ്റ്? സോ ഇവിടെ ഇതിനെ ഈ ഒരു ഹെക്സഗണിനെ നമുക്ക് 6 സൈഡ്സ് ഉണ്ട്. സോ 6 പാർട്സ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 6 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് ഓരോ ആംഗിളും എത്ര വരും? സോ നമ്പർ ഓഫ് സൈഡ്സ് 6 ആണ്. സോ ഈച്ച് ആംഗിൾ വിൽ ബി 360 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ദറ്റ് ഈസ് ഈച്ച് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അഗെയിൻ ഈ ഒരു ആംഗിൾ, ഓക്കെ, ഈ രണ്ട് പോർഷൻ്റെ ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഓക്കെ, ഈ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി, റൈറ്റ്? അപ്പോൾ ഇത് എന്ന് വെച്ചാൽ 90 ഡിഗ്രിയാണ്. സോ ഇത് 60 ആണെങ്കിൽ ഇത് 30 ഡിഗ്രി. ഓക്കെ, 90 മൈനസ് 60. സിമിലർലി ഇവിടെ ഇപ്പോൾ ഇത് 60 ഡിഗ്രി ആണ് അല്ലേ? അതായത് ഈ ഒരു ആംഗിൾ, സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 90 ഡിഗ്രിയുടെ ബാക്കി ഈ പോർഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ആംഗിൾസ് കണ്ടുപിടിച്ചു. ആംഗിൾസ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? റിസോൾവ് ചെയ്യുക. ഓക്കെ, അഗെയിൻ റിസൾട്ടൻറ്റ് ഫോഴ്സ് നമുക്ക് എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റിസൾട്ടൻറ്റ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്: √(σ(f(x)² പ്ലസ് (σ(fy)²). ഇതിൽ fx എന്ന് വെച്ചാൽ എന്താ? (σ(fx) എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ സമ്മിനെയാണ് (σ(fx) എന്ന് പറയുന്നത്. സിമിലർലി വെർട്ടിക്കൽ ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ (σ(fy) എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ എല്ലാം സം എടുക്കുക, ദെൻ അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് റൂട്ട് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് ഡിറക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡിറക്ഷൻ ഓഫ് ആർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടാൻ തീറ്റ. ഓക്കെ, സോ അതിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് fy by fx, മോഡ് ഓഫ് fy by (σ(fy by fx). അപ്പോൾ ഈ മോഡ് എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെ നമ്മളിപ്പോൾ നെഗറ്റീവ് സൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സൈൻസ് ഇഗ്നോർ ചെയ്തിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ മോഡ് വന്നത്. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് (σ(fy by (σ(fx)). ഓക്കെ, അപ്പം നമുക്കിത് പ്രോബ്ലം ചെയ്യാം. സോ (σ(fx) കാൽക്കുലേറ്റ് ചെയ്യുക. fx എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ 5 ന്യൂട്ടൺ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ 5 ന്യൂട്ടൺ. സോ 5 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്. അതായത് ഇത് നമ്മൾ പോസിറ്റീവായിട്ടാണ് ഇത് രണ്ടും എടുക്കുന്നത് ആൻഡ് ദിസ് ഇസ് നെഗറ്റീവ്. ഓക്കെ, സോ അങ്ങനെ വരാൻ നേരത്ത് ഇത് എത്രയാണ്? 5 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. ആൻഡ് എഗെയിൻ ഈ 3 ന്യൂട്ടണിനെ ഓക്കെ, ഈ ഒരു ഫോഴ്സിനെ നമുക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം, റൈറ്റ്? സോ അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ഇതിൽ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ് നമ്മൾ fx കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, സോ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ത് വരും? 3 ന്യൂട്ടൻ്റെ 3 ഇൻറ്റു cos 60 എന്ന് വരും, റൈറ്റ്? അതായത് ഇവിടെ ഈ 3 ന്യൂട്ടൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കമ്പോണൻ്റ് ആണ് നമ്മൾ fx കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, സോ ഈ ഒരു കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു ആംഗിൾ 60 ആണ് ആൻഡ് അഡ്ജസൻറ്റ് ആയിട്ടുള്ളത് കൊണ്ട് കോസ്. ഓക്കെ, സോ 3 cos 60. So 3 cos 60 എന്ന് എടുത്തു and that is also acting in the positive direction. So plus 3 cos 60. Again ഈ 1. ഓക്കെ, 1 ഇപ്പുറത്തെ സൈഡിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇപ്പുറത്തെ സൈഡിലേക്കാകുമ്പോൾ നമ്മൾ ഇവിടെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇത് റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1 ന്യൂട്ടൺ ഇവിടെ ഇത് 60 ഡിഗ്രി അല്ലേ? ഇത് 60 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. സോ
1 cos 60 എന്ന് വരും. ഓക്കെ, ഈ ഒരു പോർഷൻ 1 cos 60 ആൻഡ് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, സോ മൈനസ്. അഗെയിൻ നെക്സ്റ്റ് ഇസ് ഇവിടെ ഒരു 11 വരുന്നുണ്ട്, സോ ദാറ്റ് ഈസ് -11. ഓക്കെ, അതും നെഗറ്റീവ് ഡയറക്ഷനിലായതുകൊണ്ട് മൈനസ് വരുന്നു. ആൻഡ് അഗെയിൻ ഈ 9 നമുക്ക് റിസോൾവ് ചെയ്യാം. 9 ഹൊറിസോണ്ടലി എങ്ങനെ റിസോൾവ് ചെയ്യാം? 9 cos 60. ഓക്കെ, 9 cos 60 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഓൾസോ ആക്ടിങ് ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ, സോ -9 cos 60. ആൻഡ് ഫൈനലി ഈ ഒരു ഫോഴ്സിനെയും നമ്മൾ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. സോ 7, ഈ ആംഗിൾ എത്രയാണ്? കോസ് ആണ്. സോ 7 cos 60. ഇസ് ഇറ്റ് ക്ലിയർ? സോ ഇങ്ങനെ റിസോൾവ് ചെയ്യുക. സോ ഇങ്ങനെ റിസോൾവ് ചെയ്യാൻ നേരത്ത് വി ഗെറ്റ് ദി വാല്യൂസ്. അതായത് അതെല്ലാം കൂടെ ചെയ്യാൻ നേരത്ത് യു ഗെറ്റ് -6 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? സോ ഹൊറിസോണ്ടൽ ഫോഴ്സസ് കിട്ടി. ഇനി ഇതേപോലെ തന്നെ വെർട്ടിക്കൽ കമ്പോണൻസ് റിസോൾവ് ചെയ്തിട്ട് അതിൻ്റെ സം എടുക്കുക. ഓക്കെ, സോ Fy എങ്ങനെ കിട്ടും? Fy എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എടുക്കണ്ട. ഓക്കെ, അതായത് ഈ ഫോഴ്സ് ഇത് രണ്ടും എടുക്കണ്ട. ഏതൊക്കെ ഫോഴ്സ് എടുക്കേണ്ട? 3 ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ്. ഓക്കെ, സോ 3 ന്യൂട്ടൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. സോ ഈ ആംഗിൾ 30 എന്ന് നമുക്കറിയാം. സോ നമുക്ക് എങ്ങനെ എടുക്കാം? 3 cos 30 എന്ന് എടുക്കാം അല്ലേ? ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3 cos 30 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 3 sin 60 എന്ന് എടുക്കാം. ഓക്കെ, ഈ 60യുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ ഇത്? സോ ഒന്നെങ്കിൽ 3 cos 30 അല്ലെങ്കിൽ 3 sin 60, രണ്ടും ശരിയാണ്. ഓക്കെ, സോ 3 cos 30 ആൻഡ് മേളിലോട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് പോസിറ്റീവ്. ഓക്കെ, സോ ഞാനിവിടെ 3 sin 60 എന്നാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് 1. ഓക്കെ, ഈ ആംഗിൾ 60 ആണ്. സോ ഇവിടെ ആക്ട് ചെയ്യുന്നത് 1 sin 60. ഓക്കെ, അതേപോലെ ഇവിടെ ആക്ട് ചെയ്യുന്നത് ഈ 9 ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് ഓക്കെ ഇങ്ങനെ വേർട്ടിക്കൽ കമ്പോണൻ്റ് എടുക്കാൻ നേരത്ത് വി ഗെറ്റ് ഇറ്റ് ആസ് 9 sin 60 ആൻഡ് ദാറ്റ് ഈസ് ഡൗൺവേർഡ്സ്. സോ ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് നമ്മളതിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ -9 sin 60. ആൻഡ് സിമിലർലി 7 വേർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ 7 sin 60 ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ആക്ടിങ് ഡൗൺവേർഡ്സ്. ഓക്കെ, സോ -7 sin 60 എന്ന് വരും. ക്ലിയർ? ആൻഡ് വി ഗെറ്റ് ദി ആൻസർ ആസ് -10.39 ന്യൂട്ടൺ എന്ന് കിട്ടും. ആൻഡ് ആഫ്റ്റർ ഗെറ്റിംഗ് Fx, സിഗ്മ Fx ആൻഡ് സിഗ്മ Fy നമ്മൾ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആൻഡ് വി ഗെറ്റിംഗ് നമുക്ക് 11.99 എന്ന് കിട്ടും. യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 12 ന്യൂട്ടൺ. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 12 ന്യൂട്ടൺ എന്ന് എടുക്കാം. സോ അങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് കിട്ടുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഡയറക്ഷനാണ്. സോ ഡയറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് mod Fx mod സിഗ്മ Fy ബൈ സിഗ്മ Fx. Fyയിൽ അപ്പോൾ ഇവിടെ മോഡാണ്, അതായത് നമ്മളിവിടെ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് Fyയുടെ മാഗ്നിറ്റ്യൂഡും Fxൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ നെഗറ്റീവ് സൈൻ ഇഗ്നോർ ചെയ്യാണ്. ഓക്കെ, ദാറ്റ് ഈസ് 10.39 by 6 എന്ന് വരും. ഓക്കെ, ആൻഡ് വി ആർ ഗെറ്റിംഗ് ദി വാല്യൂ ഓഫ് തീറ്റ ആസ് 60 ഡിഗ്രി. 59.99 എന്ന് വരും. യു ക്യാൻ അപ്രോക്സിമേറ്റ് ഇറ്റ് ടു ബി 60 ഡിഗ്രി. ഓക്കെ, അഗെയിൻ സോ ഡയറക്ഷനും കിട്ടി, മാഗ്നിറ്റ്യൂഡും കിട്ടി. ഇതായിരുന്നു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ടു ആൻസർ. ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ 4. ഓക്കെ, ഇതും പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. ദറ്റ് ഈസ് 5 + 9 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അഗെയിൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യനിൽ എ പാർട്ട്. ഓക്കെ, a uniform wheel 60 cm diameter weighing 1000 Newton rest against a rectangular obstacle 15 cm height as shown in the figure. Find the least force required which when acting through the center of the wheel will just turn the wheel over the corner of the block. ഓക്കെ, സോ നമുക്ക് ഗിവൺ ഡേറ്റ ഇവിടെ ഒരു ഫിഗറും തന്നിട്ടുണ്ട്. സോ യൂണിഫോം വീൽ 60 cm ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീലിൻ്റെ ഡയമീറ്റർ 60 cm ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ റേഡിയസ് എത്ര വരും? 30. ഓക്കെ, ആൻഡ് വെയിങ് 1000 ന്യൂട്ടൺ. സോ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് വെച്ചാൽ ഓക്കെ വെയിറ്റ് സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന വെയിറ്റ് 1000 ന്യൂട്ടൺ. ദറ്റ് റെസ്റ്റ് അഗെയിൻസ്റ്റ് എ റെക്ടാങ്കുലർ ഒബ്സ്റ്റക്കിൾ 15 cm ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഈ വീലിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് ബ്ലോക്സ് വെക്കുമല്ലോ, അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു വീലിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഒബ്സ്റ്റക്കിൾ that is 15 cm height. Okay, 15 cm ആണ് height. Find the least force required which when acting through the center of the wheel
will just turn the wheel over the corner of the block. നമുക്ക് ലീസ്റ്റ് ഫോഴ്സ് ആണ്, അതായത് ഈ വീലിൻ്റെ സെൻറ്ററിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ലീസ്റ്റ് ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് പി. ആൻഡ് വിച്ച് വെൻ, അപ്പോൾ ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്ത് പറ്റും? ഈ വീല് ഈ ബ്ലോക്കിൻ്റെ മേലെ കൂടെ ടേൺ ചെയ്യും. ഓക്കെ, അതായത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഈ പോയിന്റിൽ നിന്ന്, ഈ താഴത്തെ ഈ ബോട്ടം പോയിന്റിൽ നിന്ന് ഓക്കെ ഈ ഒരു പോയിന്റിന് എബൌട്ടായിട്ടായിട്ട് ഈ ഒരു കോർണറിന്, ഈ ഒരു ഒബ്സ്റ്റക്കിളിൻ്റെ കോർണറിന്, കോർണർ ഓഫ് ദി ബ്ലോക്ക്, ഈ ബ്ലോക്കിൻ്റെ കോർണറിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യും. സോ അതിന് വേണ്ടുന്ന ലീസ്റ്റ് ഫോഴ്സാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? സോ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? സോ ലെറ്റ് us see. സോ ഇത് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ടേണിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മൊമെൻറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൊമെൻറ്റ് ഓഫ് എ ഫോഴ്സ് സിസ്റ്റം. സോ ഗിവൺ ഡേറ്റ, ഡയമീറ്റർ തന്നിട്ടുണ്ട് 60 സെൻറ്റിമീറ്റർ ആൻഡ് വെയിറ്റ് തന്നിട്ടുണ്ട് 1000 ന്യൂട്ടൺ ആൻഡ് ആക്ടിങ് അറ്റ് ദി സെൻറ്റർ. ഓക്കെ, സോ ഇത് പി. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ലീസ്റ്റ് ഫോഴ്സ് റിക്വയർഡ് ടു ടേൺ ദി വീൽ, ദറ്റ് ഇസ് പി, ആൻഡ് റിയാക്ഷൻ ഓഫ് ദി ബ്ലോക്ക്. ഓക്കെ, റിയാക്ഷനും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ക്വസ്റ്റ്യനിൽ ലീസ്റ്റ് ഫോഴ്സ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദി ലീസ്റ്റ് ഫോഴ്സേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാനിവിടെ റിയാക്ഷനും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാണ്. കാരണം ഈ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ റിയാക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ചോദിക്കും. ഓക്കെ, അതായത് ഈ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന, ബ്ലോക്കിൽ നിന്ന് ഈ ഒരു വീലിലേക്കുള്ള റിയാക്ഷൻ. സോ ക്വസ്റ്റ്യനിൽ ഇത് രണ്ട് രീതിയിലും ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ കംപ്ലീറ്റ്, അതായത് ലീസ്റ്റ് ഫോഴ്സ് റിക്വയർഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ലെറ്റ് us see. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റോളർ, ഓക്കെ, ഈ ഒരു വീല് ഈ ഒരു പോയിന്റ് എക്ക് എബൌട്ടായിട്ട് ടേൺ ചെയ്യണം, റൈറ്റ്? സോ അങ്ങനെ ടേൺ ചെയ്യാൻ നേരത്ത് ഇതിൻ്റെ ഇതായിരുന്നു ഇനിഷ്യൽ പൊസിഷൻ അല്ലേ, ബി ആയിരുന്നു ഇനിഷ്യൽ പൊസിഷൻ. ഈ ബി എന്ന പൊസിഷനിൽ നിന്ന് ഇത് മൂവ് ചെയ്യും. ഓക്കെ, മാറും. അപ്പോൾ ഇത് ഏത് പോയിന്റിലായിരിക്കും പിന്നെ? അപ്പോൾ അങ്ങനെ മാറുന്നതുകൊണ്ട് എന്താണ്, കോണ്ടാക്റ്റ് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ബിയിൽ റിയാക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, സോ ദർ വോണ്ട് ബി എനി റിയാക്ഷൻ അറ്റ് ബി. സോ നോ റിയാക്ഷൻ അറ്റ് ബി. ആൻഡ് ഈ ബ്ലോക്കിൽ നിന്ന് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ലെറ്റ് ദാറ്റ് ബി എ. സോ നമുക്കത് ആർ എ എന്ന് കൊടുക്കാം. ഓക്കെ, ബ്ലോക്കിൽ നിന്ന് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻ ആർ എ. അഗെയിൻ ഈ എയും പിയും തമ്മിലുള്ള ആംഗിൾ, ഓക്കെ, ഇൻക്ലിനേഷൻ ലെറ്റ് ദാറ്റ് ബി ആൽഫ. സോ ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് പ്രോബ്ലം ആണ്. ഓക്കെ, സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ആംഗിൾ ആൽഫ ആയിട്ട് എടുക്കുക. അഗെയിൻ ആൻഡ് ഈ ആംഗിൾ, ഓക്കെ, സോ ഈ റിയാക്ഷനും അതേപോലെ തന്നെ, ഓക്കെ, സോ ഈ റിയാക്ഷനും ഈ വെയ്റ്റും തമ്മിൽ ഉള്ള ആംഗിൾ തീറ്റ എന്നും പറഞ്ഞെടുക്കാം. ക്ലിയർ? സോ അഗെയിൻ വാല്യൂ ഓഫ് തീറ്റ, തീറ്റയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അതായത് ഈ പോയിന്റ് എ നിന്ന്, ഓക്കെ, ഇത് പോയിന്റ് സി എന്ന് വെച്ചാൽ സെൻറ്റർ പോയിന്റ്, സെൻറ്റർ ഓഫ് ദാറ്റ് വീൽ, ആൻഡ് ദിസ് എ എന്ന് വെച്ചാൽ ആ ബ്ലോക്ക് അതുപോലെ വീലും ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് എ. ഓക്കെ, സോ ഇവിടെ നമ്മളിങ്ങനെ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. സോ ഈ എ സി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ വീലിൻ്റെ ഡയമീറ്റർ ആണ്. സോ വീലിൻ്റെ റേഡിയസ് ആണ്. സോ റേഡിയസ് എത്രയായിരിക്കും? 30 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഡയമീറ്റർ 60 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അതേപോലെ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? സോ നമുക്കറിയാം ഈ ബി സി എന്ന് വെച്ചാൽ ടോട്ടലി അതും റേഡിയസ് തന്നെയാണ്. സോ 30 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അഗെയിൻ ഈ ബ്ലോക്കും, ഓക്കെ, ബ്ലോക്കിൻ്റെ ഈ ഒരു പൊസിഷൻ വരെയുള്ള ഈ ഒരു ലെങ്ത് എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റിമൈനിങ് എത്രയായിരിക്കും? 30 സെൻറ്റിമീറ്റർ മൈനസ് 15 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ റിമൈനിങ് ഈ ലെങ്ത് എന്ന് വെച്ചാൽ എത്ര വരും? 15 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ, കാരണം ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അറിയാം അല്ലേ, ഇത് രണ്ടും ഒരേ പോയിന്റിലാണ്, ഹൊറിസോണ്ടലിലാണ്, സർഫസിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ തന്നെ. ഓക്കെ, സോ ഈ ഒരു ട്രയാങ്കിളിൻ്റെ, ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഈ ഒരു പോയിന്റും കിട്ടി, അതായത് തീറ്റയ്ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസും സൈഡും കിട്ടി, അതേപോലെ ഈ ഹൈപ്പോട്ടന്യൂസും കിട്ടി. സോ യു ക്യാൻ കോസ് തീറ്റ, ഓക്കെ, കോസ് തീറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദറ്റ് ഈസ് 15/30. സോ തീറ്റയുടെ വാല്യൂ നമുക്ക് 60 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു വാല്യൂ 60 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇത്രയും പോർഷൻസ് ക്ലിയർ അല്ലേ? സോ നമുക്ക്
തീറ്റ കിട്ടി. എഗെയിൻ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഈ ഫോഴ്സ് പി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, സോ പി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇവിടെ ഒരു റൊട്ടേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ, അതായത് ഈ ഒരു വീല് ഈ പോയിന്റ് എക്ക് എബൌട്ടായിട്ട് ടേൺ ചെയ്യണമെന്നാണ്. ഓക്കെ, അതിന് വേണ്ടിയുള്ള ഫോഴ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റിന് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് എടുത്താൽ, ഓക്കെ, സോ നെറ്റ് മൊമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ നെറ്റ് മൊമെൻ്റ്, അപ്പോൾ പോയിന്റ് എക്ക് എബൌട്ടായിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. സോ നെറ്റ് മൊമെൻ്റ് എബൌട്ട് എ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് എടുക്കാം. സോ ടേക്കിംഗ് മൊമെൻ്റ് എബൌട്ട് എ ഈക്വൽ ടു 0 അല്ലേ, അതായത് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് വെച്ചാൽ എന്താ, മൊമെൻ്റ് എബൌട്ട് എ 0 ആയിട്ട് എടുക്കാം. ഓക്കെ, സോ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ മൊമെൻറ്റ് എ 0 ആയിട്ട് കൊടുക്കാം. നേരത്തെ നമുക്കിവിടെ എത്ര ഫോഴ്സസ് ഉണ്ട് ടോട്ടലി, ഇവിടെ ഒരു പി വരുന്നുണ്ട്, പിന്നെ ഒരു റിയാക്ഷൻ വരുന്നുണ്ട്, ഓക്കെ സോറി, പിന്നെ ഒരു റിയാക്ഷൻ RA വരുന്നുണ്ട്, ആൻഡ് വെയിറ്റും വരുന്നുണ്ട്. ഈ RA എന്നുള്ള ഫോഴ്സ് ഈ എയിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ഫോഴ്സ് എടുക്കണ്ട. ഓക്കെ, കാരണം ഡിസ്റ്റൻസ് 0 ആയി പോകും. അതുകൊണ്ട് ഈ RA എന്നുള്ള ഫോഴ്സ് നമ്മളിവിടെ എടുക്കണ്ട, അതായത് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിയും അതുപോലെ തന്നെ ഈ വെയിറ്റും മാത്രം എടുത്താൽ മതി. ഓക്കെ, അഗെയിൻ പി ആൻഡ് എ മേക്ക് ചെയ്യുന്ന ആംഗിൾ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു, ദറ്റ് ഈസ് ആൽഫ. ഓക്കെ, ആൽഫ എന്നായിരുന്നു കൊടുത്തത് പി ആൻഡ് എ മേക്ക് ചെയ്യുന്ന ആംഗിൾ. സോ ഇവിടെ നമ്മൾ ഓക്കെ, ഇവിടെ അപ്പം നമുക്ക് എക്ക് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എക്ക് എബൌട്ടായിട്ടുള്ള മൊമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ പി നമുക്ക് 2 കമ്പോണൻസ് ആക്കാം അല്ലേ, ഇത് ഇന്ന് 2 കമ്പോണൻസ് ആക്കാം. ഓക്കെ, ഇതിൻ്റെ ഈ ഒരു കമ്പോണൻ്റ് എന്ന് വെച്ചാൽ എയിൽ കൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അത് എടുക്കണ്ട. അതേസമയത്ത് ഈ ഒരു കമ്പോണൻ്റ് എന്ന് വെച്ചാൽ ഓക്കെ, ഇത് ആൽഫയാണ്, ഈ ഒരു ആംഗിൾ ആൽഫയാണ്. സോ ഈ ഒരു കമ്പോണൻ്റ് എന്ന് വെച്ചാൽ പി സൈൻ ആൽഫയാണ്, റൈറ്റ്, പി സൈൻ ആൽഫ. സോ പി സൈൻ ആൽഫ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇത് വരുമല്ലോ. ഓക്കെ, സോ പി സൈൻ ആൽഫ ഇൻറ്റു എ സി, അങ്ങനെയാണ് ഇത് വരുന്നത്, പി സൈൻ ആൽഫ ഇൻറ്റു എ സി. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഈ ഒരു ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എ സി. ഓക്കെ, അഗെയിൻ അത് നമ്മൾ ഇപ്പോൾ ഇത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ആൻഡ് 1000 എങ്ങനെ എടുക്കാൻ പറ്റും, ഇനി ഈ ഒരു ഫോഴ്സ് 1000 എന്ന് വെച്ചാൽ 1000 നിന്ന് ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് വരുന്നത്, പോസിറ്റീവായിട്ടാണ്, കാരണം ഇങ്ങനെയല്ലേ മൊമെൻ്റ് എടുക്കുന്നത്, അപ്പോൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് വരുന്നത്. സോ നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, പോസിറ്റീവാണ്. അഗെയിൻ ഈ ഫോഴ്സ് 1000 ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1000ഉം ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതാണ് അല്ലേ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ എ സിയുടെ സൈൻ കമ്പോണൻ്റ് ആണ്. ഓക്കെ, എ സി സൈൻ 60. സോ ഇത് 60 ആണെങ്കിൽ ഇതല്ലേ സൈൻ കമ്പോണൻറ്റ്. സോ എ സി സൈൻ 60 നമുക്ക് എടുക്കാം, എ സി സൈൻ 60, അതാണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എ സി സൈൻ 60. സോ 1000 ഇൻറ്റു എ സി സൈൻ 60, അപ്പോൾ 1000 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഇത് ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഓക്കെ ഇങ്ങനെ, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും 1000. ഓക്കെ, സോ 1000 ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, റൈറ്റ്. അപ്പോൾ 1000 ഇങ്ങനെയാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. സോ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കും. ഓക്കെ, സോ നെഗറ്റീവ് 1000. ഓക്കെ, സോ നെഗറ്റീവ് 1000 ഇൻറ്റു എ സി സൈൻ 60 എന്ന് കൊടുക്കും. ഓക്കെ, സോ എ സി എത്രയാണെന്ന് നമുക്കറിയാം, ദറ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ. സോ എ സിക്ക് 30 സെൻറ്റിമീറ്റർ എന്നും കൊടുക്കുക. ഓക്കെ, ഓർ ഇവിടെ 2 സൈഡും ഉണ്ട്, ഇത് അങ്ങനെ ക്യാൻസൽ ആയുമ്പോൾ ഓക്കെ, സോ ഇവിടെ ഇത് ക്യാൻസലായി ആണ് പോകുന്നത്, അതായത് പി സൈൻ ആൽഫ ഇൻറ്റു എ സി എന്ന് വരും. സോ ഇവിടുത്തെ എ സി ഈ എ സി ക്യാൻസലായി പോകും. സോ പി സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു 1000 സൈൻ 60 എന്ന് വരും, ഓർ പി ഈസ് ഈക്വൽ ടു ഓക്കെ 1000 സൈൻ 60 866 ഡിവൈഡഡ് ബൈ സൈൻ ആൽഫ. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് ഫോഴ്സ് എന്നാണ്. ഓക്കെ, ഇതിലെ മിനിമം ഫോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോഴ്സിൻ്റെ വാല്യൂ മിനിമം ആകണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ എന്തായിരിക്കണം, മാക്സിമം ആയിരിക്കണം. അപ്പോൾ ഈ സൈൻ ആൽഫയുടെ വാല്യൂ മാക്സിമം ആകുന്നത് എപ്പോഴാണ്, 1. മാക്സിമം വാല്യൂ എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ. അപ്പോൾ ഈ മാക്സിമം വാല്യൂ ആകുന്നത് എപ്പോഴാണ്, സൈൻ 90 ആണ് 1. അപ്പോൾ ഈ ആൽഫയുടെ വാല്യൂ 90 ആകുമ്പോഴായിരിക്കും നമുക്ക് മാക്സിമം ഓക്കെ സൈൻ ആൽഫയുടെ വാല്യൂ മാക്സിമം കിട്ടുന്നത്, ദറ്റ് ഈസ് മിനിമം പി കിട്ടുന്നത്.
Okay, so least force means minimum P. That is, for P to be minimum, sin alpha should be maximum. അതുകൊണ്ട് ആൽഫയുടെ വാല്യൂ നമുക്ക് 90 ഡിഗ്രി കൊടുക്കാം. ഓക്കെ, സോ സൈൻ ആൽഫ സൈൻ 90 എന്ന് വെച്ചാൽ 1 ആണ്. സോ നമുക്ക് പി എത്ര തന്നെയായിട്ട് കിട്ടും? പി ഈസ് ഈക്വൽ ടു 866 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇസ് ഇറ്റ് ക്ലിയർ? സോ എന്തായിരുന്നു ചെയ്യേണ്ടത്? ലീസ്റ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ പോയിന്റ്, ഏത് പോയിന്റിന് എബൌട്ടായിട്ടാണോ അത് ടേൺ ചെയ്യുന്നത്, ആ പോയിന്റിന് എബൌട്ടായിട്ടുള്ള മൊമെൻറ്റ് 0 ആയിട്ട് എടുക്കുക. ഓക്കെ, അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമുക്കറിയാം, ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വി ഗെറ്റ് ദി അൺനോൺ. പി ആണ് ഇവിടെ അൺനോൺ ആയിട്ടുള്ളത്. സോ പിയുടെ വാല്യൂ കിട്ടും. ക്ലിയർ? അഗെയിൻ, സോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ എക്സാമിന് ശരിക്കും ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പി മാത്രം, ലീസ്റ്റ് ഫോഴ്സ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ഇത് റിയാക്ഷനും കൂടെ ചോദിക്കാം. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പി മാത്രം ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദേ ക്യാൻ ആസ്ക് യു ദ വാല്യൂ ഓഫ് ആർ എ. അപ്പോൾ ആർ എയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എക്സാമിന് നിങ്ങൾ ചോദിച്ച കാര്യം മാത്രം ചെയ്താൽ മതി, ടൈം കളയരുത്. സോ ഇവിടെ ഇപ്പോൾ ആർ എ ചോദിച്ചിട്ടില്ല, എന്നാലും ഞാനൊന്ന് അത് പറയുകയാണ്. സോ ആർ എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, സോ ആർ എ കാൽക്കുലേറ്റ്, ഇപ്പോൾ ഈ ഒരു ഓക്കെ ഇങ്ങനെ എ സിക്ക് അലോങ് ആയിട്ടാണ് ആർ എ ആക്ട് ചെയ്യുന്നത്. സോ ആർ എ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഡയറക്റ്റ് റിസോൾവ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു കാരണം പിയുടെ വാല്യൂ നമുക്ക് കിട്ടി 1000. ഓക്കെ, അറിയാം. സോ രണ്ട് വാല്യൂസും നോൺ ആണ്. ഇവിടെ ആകെ അൺനോൺ ആയിട്ട് ആർ എ ഉള്ളൂ. സോ റിസോൾവ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ ഒരു എ സിക്ക് എബൌട്ടായിട്ട് തന്നെ നമുക്ക് റിസോൾവ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ആർ എ വരും. ആർ എ അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഓക്കെ, പോസിറ്റീവായിട്ട് എടുത്തോളൂ. ഓക്കെ, അഗെയിൻ ആർ എ അഗെയിൻ പി എന്ന് പറയുമ്പോൾ പി കോസ് ടേമാണ് ഈ എ സിയിൽ വരുന്നത് അല്ലേ? അതായത് പിയുടെ ഏത് ടേമാണ്? പി നമുക്ക് രണ്ട് രീതിയിൽ റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കമ്പോണൻ്റ് ആയിരിക്കും, ഓക്കെ, കോസ് കമ്പോണൻ്റ് ആയിരിക്കും എ സിക്ക് അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ പി കോസ് ആൽഫയാണ് എ സിക്ക് അലോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതേപോലെ 1000ൻ്റെ ഏത് കമ്പോണൻ്റ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്? 1000ൻ്റെയും കോസ് കമ്പോണൻ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ 1000 കോസ് 60. ക്ലിയർ? സോ 1000 കോസ് 60. അതുപോലെ തന്നെ ഇവിടെ ആൽഫയുടെ വാല്യൂ നമ്മൾ എത്രയായിരുന്നു? ഓക്കെ, ആൽഫയുടെ വാല്യൂ 90 ഡിഗ്രി ആയിരുന്നു അല്ലേ? നേരത്തെ നമ്മൾ മാക്സിമം ലീസ്റ്റ് പി കിട്ടണമെങ്കിൽ മാക്സിമം വാല്യൂ വേണം. സോ ആൽഫയുടെ വാല്യൂ 90 ആയിരുന്നു എടുത്തത്. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് വാല്യൂ ഫോർ ആൽഫ ആൻഡ് ഫൈനലി യു ഗെറ്റ് ദി ആൻസർ ആസ്. അപ്പോൾ ഇവിടെ 90യും ഇവിടെ 16 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി ഗെറ്റ് ദി വാല്യൂ ഓഫ് ആർ എ റിയാക്ഷൻ ആസ് 500 ന്യൂട്ടൺ. Okay, so see whether you are getting these answers. Okay, so next B part നമുക്ക് ചെയ്യാം. So B part, question 4ൻ്റെ B part എന്തായിരുന്നു? The system of a connected flexible cables shown in figure 4. Okay, so ഈ ഒരു ഫിഗറിൽ കുറച്ച് കേബിൾസ് കാണിച്ചിട്ടുണ്ട്. ഈ സപ്പോർട്ടിങ് 2 loads of 550 Newton and 600 Newton. ഓക്കെ, 2 ലോഡ്സ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ സെറ്റ് ഓഫ് കേബിൾസ്. 550 ന്യൂട്ടണും അതുപോലെ തന്നെ 600 ന്യൂട്ടണും. അറ്റ് പോയിൻറ്റ്സ് ബി ആൻഡ് ഡി. ഓക്കെ, ഇത് ബി നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്നറിയില്ല. ദിസ് ഇസ് ബി. ഓക്കെ, സോ ഹിയർ യു ക്യാൻ സി പി ആൻഡ് ദിസ് ഇസ് ഡി. സോ 550യും അതുപോലെ 600 ന്യൂട്ടണും ആണ് അത് ഹാങ് ചെയ്തിട്ടുള്ളത്. ഡിറ്റർമൈൻ ദി ടെൻഷൻസ് ഇൻ വേരിയസ് സെഗ്മെൻറ്റ്സ് ഓഫ് ദി കേബിൾ. ഓക്കെ, അപ്പോൾ ഈ കേബിളിന് ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ നോക്കി അറിയും, ഇങ്ങനെ ഒരു സെഗ്മെൻറ്റ്, ഇത്. ഓക്കെ, സോ ഇവിടെ ആകെ 550 ആൻഡ് 600 ന്യൂട്ടൺ മാത്രമേ ഹാങ് ചെയ്തിട്ടുള്ളൂ. സോ ഈ കേബിളിൻ്റെ ടോട്ടൽ നെറ്റ് ഫോഴ്സസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ കേബിളിൻ്റെ അതായത് ടെൻഷൻ, എപ്പോഴും റോപ്പിൽ അല്ലെങ്കിൽ കേബിളിൽ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? ടെൻഷൻ ആയിരിക്കും. ഓക്കെ, സോ ആ ടെൻഷൻ അതായത് ഫോഴ്സാണ് നമ്മൾ ഡിറ്റർമൈൻ, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദാറ്റ്. സോ ലെറ്റ് us see how we can do that. ഇത് 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫിഗർ. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ 3 ഫോഴ്സസ് ആണുള്ളത് അല്ലേ? സോറി, 3 കേബിൾസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ 3 ടെൻഷൻ, 3 ഫോഴ്സസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ഫോഴ്സ് ഉള്ളിടത്ത് നമുക്ക് എന്ത് ലോ അപ്ലൈ ചെയ്യാം? ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലാമിസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. അതായത് ഇവിടെ ഒരു അൺനോൺ, ഓക്കെ, ഇവിടെ ഒരു നോൺ ആയിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് ആൻഡ് ദ റിമൈനിങ് 2 ആർ അൺനോൺ. ഓക്കെ, സോ ലാമിസ് തിയറം അപ്ലൈ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ ഈ ഒരു സെക്ഷൻ ബി പാർട്ടിൽ വരാൻ നേരത്ത്, ഓക്കെ, സോ ഡിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാം.
അഗെയിൻ പോയിന്റ് ബിയിൽ വരാൻ നേരത്ത് ഇവിടെ എത്ര ഫോഴ്സസ് ഉണ്ട്? ഇവിടെ 4 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന് ബി എ, ദെൻ ബി സി, ബി ഡി ആൻഡ് ദിസ് വെയിറ്റ്. ഓക്കെ, സോ ഇങ്ങനെ 4 ഫോഴ്സസ് ഉള്ളതുകൊണ്ട് ഇവിടെ നമുക്ക് ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ സാധാരണ നേരത്തെ റോപ്പ് ചെയ്ത പോലെ, ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ റോപ്പ്, ഓക്കെ, സെക്കൻഡ് ഓർ തേർഡ്, ഓക്കെ, റോപ്പ് ചെയ്ത പോലെ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നോക്കിയിട്ട് ചെയ്യും. ക്ലിയർ? സോ ലെറ്റ് us see how to do this. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ആംഗിൾസ് ആണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ഇവിടെ ഈ ഒരു 45ഉം 13, 16 എന്നൊക്കെ തന്നിട്ടുള്ളൂ. റിമൈനിങ് ആംഗിൾസ് ലാമിസ് തിയറം, പ്രത്യേകിച്ച് ലാമിസ് തിയറം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, ലാമിസ് തിയറത്തിൽ നിന്ന് നമുക്ക് ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫോഴ്സിൻ്റെയും ഓപ്പോസിറ്റ് അല്ലേ ആംഗിൾസ് വേണം. സോ ആംഗിൾസ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ഫസ്റ്റ്. സോ ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയൊന്ന് വരച്ചേക്കാണ്. നിങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫിഗർ, ഓക്കെ, ആംഗിൾസൊക്കെ പ്രത്യേകിച്ച് ആംഗിൾസും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫിഗർ ആണെങ്കിൽ ആ ഫിഗർ നല്ല വൃത്തിയായിട്ടൊന്ന് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, സോ പെൻസിൽസോ എന്തെങ്കിലും യൂസ് ചെയ്ത് ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്യുക. ബിക്കോസ് റിസോൾവ് ചെയ്യാനും അതേപോലെ ലാമിസ് തിയറം ഒക്കെ അപ്ലൈ ചെയ്യാൻ ആംഗിൾസ് മസ്റ്റാണ്. സോ ഇവിടെ നമുക്ക് ആംഗിൾസ് മാർക്ക് ചെയ്യാം. സോ ഇത് 45 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ. സോ ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇത് ഒരു ട്രാൻസ്വേഴ്സലാണ്. സോ ഈ ആംഗിളും എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇത് 45 ആയതുകൊണ്ട് ഇത് 45. അഗെയിൻ ദിസ് ഇസ് എ 90 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആണല്ലോ. സോ ഇത് 45 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് വിൽ ബി 45. ഓക്കെ, സോ ഇത് രണ്ടും കിട്ടി. ഓക്കെ, അഗെയിൻ ഈ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രി എന്ന്, റൈറ്റ്? സോ ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് 30. സോ ദാറ്റ് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി. ഓക്കെ, അഗെയിൻ ഇവിടെ ഒരു 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് 60 ആണെങ്കിൽ ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ്, അപ്പോൾ ഇത് 60 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 60 തന്നെയായിരിക്കും, റൈറ്റ്? ഇത് 60 ആയിരിക്കും. ഓക്കെ, അഗെയിൻ ഇഫ് ദിസ് ഇസ് 60, ഇത് 90 ഡിഗ്രി ആണല്ലോ. സോ ദിസ് ആംഗിൾ വിൽ ബി വാട്ട്? 90 മൈനസ് 60, ദറ്റ് ഇസ് 30 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. ഓക്കെ, അഗെയിൻ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ദിസ് ആംഗിൾ വിൽ ബി ഓൾസോ ബി 30 ഡിഗ്രി. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. സോ ഇത് 30 ആൻഡ് ദിസ് ഇസ് ഓൾസോ 30. ഓക്കെ, സോ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾ എക്സാമിന്, അതായത് പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആംഗിൾസ് വേണ്ടപ്പോൾ നോക്കാതെ ആദ്യം തന്നെ ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം പ്രൊസീഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഓക്കെ, സോ ആദ്യം തന്നെ ആംഗിൾസ് ഒക്കെ ആ ലോജിക്ക് യൂസ് ചെയ്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി ഫസ്റ്റ് ഇതിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യം ഈ ഒരു പാർട്ട് എടുക്കുക, ദെൻ ഈ ഒരു പാർട്ട് എടുക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഈ ഒരു പാർട്ട് എടുക്കുക. സോ ഈ ഒരു പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഡി. ഓക്കെ, സോ ഡിയിൽ നമുക്ക് ലാമിസ് തിയറം, നേരത്തെ പറഞ്ഞ പോലെ ലാമിസ് തിയറം അപ്ലൈ ചെയ്യാം. ആൻഡ് നിങ്ങൾക്കറിയാം ലാമിസ് തിയറം എന്ന് വെച്ചാൽ എന്താ? ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളിൻ്റെ സൈൻ എടുക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു അടുത്ത ഫോഴ്സ് ഡിവൈഡഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ. ഓക്കെ, അങ്ങനെ. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? അപ്ലൈയിങ് ലാമിസ് തിയറം 600 ഡിവൈഡ്, ഇപ്പോൾ 600 ആണ് ആകെ നോൺ ആയിട്ടുള്ള ഒരു ഫോഴ്സ്. സോ 600 ബൈ ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, 600ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫോഴ്സസ് വരും, സോറി ഈ ഒരു ആംഗിൾ വരും. ഓക്കെ, സോ 600 ഡിവൈഡഡ് ബൈ സൈൻ 60 പ്ലസ് 45 അല്ലേ, 105. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു അടുത്തത് ടി ഡി ഇ, ഈ ഒരു ഫോഴ്സ് എടുക്കുക. സോ ടി ഡി ഇ ഡിവൈഡഡ് ബൈ ടി ഡി ഇയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇതാണ്, റൈറ്റ്? അതായത് ഈ ആംഗിൾ 90 ആൻഡ് ദിസ് ഇസ് 30. സോ ടി ഡി ഇ ഡിവൈഡഡ് ബൈ സൈൻ 90 പ്ലസ് 30 ആൻഡ് അഗെയിൻ ഇത് ടി ഡി ബി. ഓക്കെ, ഈ ഒരു പോയിൻ്റ് ബി അല്ലേ. സോ നമുക്ക് ഇതിനെ ടി ഡി ബി എന്ന് എഴുതാം. ഓക്കെ, സോ ടി ഡി ബി ഇസ് ഈക്വൽ ടു ടി ഡി ബി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ഈ ആംഗിൾ. ഓക്കെ, സോ ദിസ് ആംഗിൾ ഇസ് വാട്ട്? 45 പ്ലസ് 90, അതായത് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ. സോ 45 പ്ലസ് 90. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇത് അറിയാം, ഈ ഒരു വാല്യൂ അറിയാമെങ്കിൽ ഇത് ടി ഡി ഇ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. ടി ഡി ഇ എന്തായിരിക്കും? 600 ഡിവൈഡഡ് ബൈ സൈൻ 60 പ്ലസ് 45 ഇൻറ്റു, ഓക്കെ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ വി ഗെറ്റ് ദി വാല്യൂ ഫോർ ടി ഡി ഇ. സോ ടി ഡിയുടെ വാല്യൂ 537.94 ന്യൂട്ടൺ എന്നും
അതുപോലെ ടി ഡി ബി എങ്ങനെ കിട്ടും? ടി ഡി ബി ഇവിടെ 600 നോൺ ആണല്ലേ. സോ 600 ബൈ സൈൻ 60 പ്ലസ് 45 ഇൻറ്റു ഇത് അങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ദറ്റ് ഇസ് സൈൻ 90 പ്ലസ് 45 ആൻഡ് വി ഗെറ്റ് ഇറ്റ് ആസ് 439.23 ന്യൂട്ടൺ. ക്ലിയർ? സോ ടി ഡി ഇ ആൻഡ് ടി ഡി ബി കിട്ടി. ഓക്കെ, സോ ഈ ഒരു കേബിളിൽ നമുക്ക് ഈ വാല്യൂവും അതുപോലെ ഈ ഒരു കേബിളിൻ്റെ വാല്യൂവും കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ഈ ഒരു പോർഷനിലേക്ക് പോകാം. സോ നെക്സ്റ്റ് പോർഷൻ ഇസ് കൺസിഡർ ദി ഇക്വിലിബ്രിയം ഓഫ് ബി. അപ്പോൾ ഈ പോർഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 4 ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വി ഹാവ് ടു സോൾവ് ഇറ്റ് യൂസിങ് ദി ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഓക്കെ, അതായത് വെർട്ടിക്കലി ആൻഡ് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. സോ ഫസ്റ്റ് നമുക്ക് ഇവിടെ അറിയാം, നമുക്ക് 550 ആണ് നോൺ ആയിട്ടുള്ളത്. ഓക്കെ, വെർട്ടിക്കൽ ഫോഴ്സ് നോൺ ആണ്. സോ നമുക്ക് ഫസ്റ്റ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യാം. സോ വെർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ നേരത്തെ ഏതൊക്കെ ഫോഴ്സസ് വരും? 550 ന്യൂട്ടൺ, ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ് അല്ലേ. അപ്പോൾ 550 എന്നുള്ളത് മൈനസ് ആണ്. ഓക്കെ, ആൻഡ് അഗെയിൻ ടി ബി സിയുടെ കോസ് കമ്പോണൻറ്റ് എടുക്കാമല്ലോ നമുക്ക്. ഓക്കെ, ടി ബി സിയുടെ കോസ് 30. സോ ടി ബി സിയുടെ കോസ് കമ്പോണൻറ്റ് ഇത് മേളിലേക്കാണ് അല്ലേ, ദാറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്, സോ പോസിറ്റീവ് ആണ്. സോ ടി ബി സി കോസ് 30 മൈനസ് 550. അഗെയിൻ ടി ബി ഡി, നമുക്ക് നേരത്തെ ടി ഡി ബി കിട്ടി, സെയിം തന്നെയാണ് ടി ബി ഡിയും. സോ ടി ബി ഡി അതിൻ്റെ കോസ് കമ്പോണൻ്റ് ആണ് വെർട്ടിക്കലി ആക്ട് ചെയ്യുന്നത്, റൈറ്റ്. സോ ടി ബി ഡി ഇൻറ്റു കോസ് 60, അത് ഡൗൺവേർഡ്സ് ആയതുകൊണ്ട് നെഗറ്റീവ്. ഓക്കെ, സോ ടി ബി ഡി കോസ് 30 മൈനസ് 550 മൈനസ് ടി ബി ഡി കോസ് 60. ഇതിൽ ടി ബി ഡി നമ്മൾ ഓൾറെഡി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നതാണ്. ഓക്കെ, സോ ദറ്റ് ഇസ് 439.23. ആ വാല്യൂ തന്നെ കൊടുക്കുക. സോ 439.23 ആൻഡ് വി ഗെറ്റ് ദി വാല്യൂ ഫോർ ടി ബി സി. ഓക്കെ, സോ ടി ബി സിയുടെ വാല്യൂ 888.675 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, അഗെയിൻ ഇനി എന്താണ്? ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. സോ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യാൻ നേരത്ത് ഇവിടെ ടി എ ബി ഉണ്ട്, സോറി ടി ബി എ ഉണ്ട്, ആൻഡ് ടി ബി എ ഈസ് ആക്ടിങ് ഇൻ ദി നെഗറ്റീവ് ഡയറക്ഷൻ. സോ മൈനസ് ടി ബി എ. ഓക്കെ, അഗെയിൻ ടി ബി സിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്ന് പറയുമ്പോൾ കോസ് 60 എന്ന് എടുക്കാം നമുക്ക്. ഈ ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് ടി ബി സി കോസ് 60 അതായിരിക്കും ടി ബി സിയുടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്, ആൻഡ് ദാറ്റ് ഈസ് ആക്ടിങ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ അല്ലേ, പോസിറ്റീവ് ഡയറക്ഷനിലേക്കാണ്. സോ ടി ബി സി കോസ് 60 പോസിറ്റീവ്, ആൻഡ് അഗെയിൻ ടി ബി ഡി അതും കോസ് 30 എന്ന് എടുക്കാം. സോ ടി ബി ഡി കോസ് 30 ആണ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. സോ ടി ബി ഡി കോസ് 30. ഓക്കെ, സോ ഈ ടി ബി എ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. സോ വി ഗെറ്റ് ടി ബി എ ഇസ് ഈക്വൽ ടു, ഓക്കെ ഇതിൻ്റെ സമ്മാണ്, ആൻഡ് ടി ബി സി ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, ആൻഡ് ടി ബി ഡി നമുക്ക് ഓൾറെഡി നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു. ടി ഡി ബി രണ്ടും സെയിം ആണ്. ഓക്കെ, സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻഡ് ഫൈനലി യു ഗെറ്റ് ദ ആൻസർ ആസ് 824.72 ന്യൂട്ടൺ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഏത് തിയറം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, ഏത് രീതിയിൽ വേണം, ലാമിസ് തിയറം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം, ഓക്കെ രണ്ട് മിക്സായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലാമിസ് തിയറം വെച്ച് യൂസ് ചെയ്യും. ഇവിടെ ഇപ്പോൾ ലാമിസ് തിയറത്തിലായിരുന്നെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടിയേനെ, പക്ഷേ ഇവിടെ 4 ഫോഴ്സസ് ഉള്ളതുകൊണ്ട് നമ്മൾ ലാമിസ് തിയറം അപ്ലൈ ചെയ്യുന്നില്ല. ഓക്കെ.